ഹലോ. എല്ലാവരും ആയില്ലേ ക്ലാസ്സിൽ? സാർ. ഓക്കെ. നമ്മളിന്ന് മീഡിയവൽ ഇന്ത്യയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഷ്യന്റ് ഇന്ത്യ നമ്മളെ കഴിഞ്ഞു. എല്ലാം ഏകദേശം അല്ല, അത്യാവശ്യം എല്ലാം ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു മിനിറ്റ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മീഡിയവൽ ഇന്ത്യയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ 752,000 സെഞ്ചുറി 1000 CE-യിലാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഏരിയ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ആർട്ട് ആൻഡ് കൾച്ചറാണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഭാഗത്ത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരും കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ ഇത് ഒരു ട്രൈപാർട്ടേറ്റ് സ്ട്രഗിൾ ആണ്. അതായത് 3 കിങ്ഡംസ് തമ്മിലുള്ള കനൗജിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ ആണ് വെച്ചിട്ടാണ് മീഡിയവലിന്റെ തുടങ്ങുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള 3 കിങ്ഡംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കിങ്ഡംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിഹാരാസ് ഒക്കെ ഏത് സ്ഥലത്തുള്ളതാ? നമ്മുടെ നോർത്തേൺ സൈഡ് ആ ഭാഗത്തുള്ളതാണ്. അതായത് വെസ്റ്റേൺ രാജസ്ഥാന്റെ സൗത്ത് വെസ്റ്റേൺ സൈഡും ആ ഭാഗത്തൊക്കെയാണ് ഈ പ്രതിഹാരാസ് വരുന്നത്. പാലാസ് എവിടെ? പാലാസ് ബംഗാൾ സൈഡില്, ഈസ്റ്റ് സൈഡില്ലേ, ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡ് ബംഗാൾ ആണ്. അവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഹർഷവർദ്ധനയുടെ സമയത്ത് ഒരു കിങ് ഉണ്ടായിരുന്നു, പുള്ളിനായിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ കിങ്ങിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ബംഗാൾ സൈഡില് ഈ ഗുജറാത്ത് പ്രതിഹാരാസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. 750 to 1000 CE. ഈ സ്ലൈഡ് കാണുന്നില്ലേ? ഈ ഗ്രോത്ത് ഓഫ് 3 പൊളിറ്റിക്കൽ പവേഴ്സ് എന്നൊക്കെ പറയുന്ന. ഓക്കെ. കുറച്ച് പയ്യെ പറയാണ്ടോ. അപ്പൊ അങ്ങനെ ഗ്രോത്ത് ഓഫ് 3 പൊളിറ്റിക്കൽ പവേഴ്സ്, അതായത് ഹർഷവർദ്ധന കഴിഞ്ഞപ്പോ, അതായത് പുഷ്യഭൂതി ഡൈനാസ്റ്റി കനൗജിന്റെ സൈഡിലാണല്ലോ, അതൊക്കെ അറിയാലോ എല്ലാവർക്കും. നോർത്ത് സൈഡിലാണ് ഹർഷവർദ്ധന പുഷ്യഭൂതി ഡൈനാസ്റ്റി ഒക്കെ റൂൾ ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ നമ്മളെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നോക്കിയതാണ്. അപ്പോ ഈ ഹർഷവർദ്ധന ഡിസിൻറ്റഗ്രേറ്റ് ആയി കഴിഞ്ഞപ്പോൾ വേറെ കുറെ പൊളിറ്റിക്കൽ പവേഴ്സ് ആ സമയത്ത് സാധാരണ പോലെ തന്നെ ഒരു എംപയർ ഡിസിൻറ്റഗ്രേറ്റ് ആകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ കുറച്ച് ചെറിയ കിങ്ഡംസ് ഒക്കെ വന്നു തുടങ്ങി. അതായത് ഇപ്പോ രജിപുട്ട് ക്ലാൻസിൽ പെട്ട ഒരു ടീമാണ് ഈ ഗുജർ പ്രതിഹാരാസ് എന്ന് പറഞ്ഞാൽ. ഈ രജിപുട്ട് ക്ലാൻസ് എന്ന ഒരു ക്ലാൻസ് എന്ന് പറഞ്ഞില്ലേ, ട്രൈബ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ ജനപദാസിന്റെ സമയത്തൊക്കെ. അപ്പൊ രജിപുട്ട് ക്ലാൻസിൽ പെടുന്ന ഒരു ടീമാണ് ഈ ഗുജർ പ്രതിഹാരാസ് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ അവരാണ് രജിപുട്ട് ക്ലാൻസിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും കുറച്ച്. അപ്പൊ ഈ ഗുജർ പ്രതിഹാരാസ് വെസ്റ്റിൽ നിന്ന് റൈസ് ചെയ്യും, അതേപോലെ പാലാസ് ഈസ്റ്റിൽ നിന്നും, രാഷ്ട്രകൂടാസ് വെസ്റ്റിൽ നിന്നും. അതായത് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചപ്പോൾ സാധാരണ സംഭവിക്കുന്ന പോലെ 3 കിങ്ഡംസ് റൈസ് ചെയ്തു. ഓക്കെ. അപ്പോ ഇവര് കനൗജ്, അതായത് ഗാംഗറ്റിക് റീജിയൻ ആയ കനൗജിന് വേണ്ടിയിട്ടാണ് ഇവര് യുദ്ധം. ഓക്കെ, ഇതാണ് മാപ്പ് എല്ലാവർക്കും കാണാമല്ലോ. അതായത് പാലാസ് ഈസ്റ്റേൺ സൈഡില്, പിന്നെ രാഷ്ട്രകൂടാസ്, ഗുജർ പ്രതിഹാരാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഖജുരാഹോ ടെമ്പിൾ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഖജുരാഹോ ദിമിലാൽ അതെ, മധ്യപ്രദേശിലാണ്. അത് ഈ പ്രതിഹാരാസിന്റെ ഒക്കെ സമയത്താണ് ഉള്ളത്.
അപ്പോ അല്ല, അത് ആട്ടംകളിച്ച് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞതാ. അപ്പോ ഈ ഗുജർ പ്രതിഹാരാസ്, ഈ മാപ്പ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോ പ്രതിഹാര ഡൈനാസ്റ്റി ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഫൗണ്ട് ചെയ്യുന്ന ആള് ഞാൻ പറഞ്ഞില്ലേ, രജിപുട്ട് ക്ലാൻസിൽ നിന്നാണ് ഈ പ്രതിഹാര ഡൈനാസ്റ്റി ഉണ്ടാവുന്നത് തന്നെ. ഇവര് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അറബ് ഇൻവേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഈസ്റ്റ് ഓഫ് ഇൻഡസ് ആ സൈഡിൽ. അതായത് സിന്ധു ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ പറയുന്നില്ല, ആദ്യം നോർത്ത് വെസ്റ്റേൺ സൈഡിൽ കൂടുതൽ ഇൻവേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നില്ലേ. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഈ ഇൻവേഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവരെ റെസിസ്റ്റ് ചെയ്യാൻ ഈ ഗുജർ പ്രതിഹാരാസിന് സാധിച്ചു. അപ്പൊ അത് പിന്നെയാണ് ഇവരൊരു ഡൈനാസ്റ്റി ആയിട്ടൊക്കെ റൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുവരെ ക്ലിയർ അല്ല എല്ലാവർക്കും? ഇവര് പ്രതിഹാരാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഡോർ കീപ്പേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ലക്ഷ്മണ, അതായത് രാമൻ കേട്ടിട്ടില്ലേ? ഡോർ കീപ്പേഴ്സ് എന്നാണ് പ്രതിഹാരാസ് എന്ന് പറയുന്ന അറിയപ്പെടുന്നത്. അത് നിങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ, അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല. ഇവര് അറബ് എനിമീസിനെ റെസിസ്റ്റ് ചെയ്തു, അങ്ങനെയാണ് ഇവര് റൈസ് ചെയ്യുന്നത്. ഓക്കെ, പ്രതിഹാര ഡൈനാസ്റ്റിനെ ഗുജറ പ്രതിഹാരാസ് എന്ന് പറയും. ഇവര് പ്രൈമറിലി പാസ്ട്രോളിക്സ് ആണ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്കൾപ്ചേഴ്സ് ഒക്കെ ആണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത് ഒരു കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു, നടേശന്റെ, അതായത് നടരാജ വിഗ്രഹം ഉണ്ടല്ലോ, ഒരു സാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐഡിയലാണ് അത്. തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടൊരു ഒരു കറണ്ട് അഫെയർ ഉണ്ടായിരുന്നു, ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രൈഡ് പ്രൊജക്ട് എന്നൊക്കെ പറയും. നിങ്ങൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്ത്യൻ പ്രൈഡ് പ്രൊജക്ട് മുഖാന്തരമാണ് ഈ നടരാജ സ്റ്റാച്യു കൊണ്ടുവന്നത്. റയഡ് സാൻഡ് സ്റ്റോൺ ഐഡിയലാണെന്ന് അറിഞ്ഞിരിക്കുക, പ്രതിഹാരം സ്റ്റൈലാണ്. അതൊക്കെ ഇവരുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധ്യതയുള്ളത് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നാണ്. പിന്നെ ഇത് ആരാണ് കിങ്ഡം ഫൗണ്ട് ചെയ്തതെന്നുള്ളൊരു ചോദ്യം വരാം. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? പ്രതിഹാര ഡൈനാസ്റ്റി, പിന്നെ ഖജുരാഹോ ടെമ്പിൾ ഇവരെയാണെന്ന് അറിയാം, യുനെസ്കോ ആണെന്ന് അറിയാം, മധ്യപ്രദേശിലാണ്. അറബ് ഇൻവേഷൻസ്, അതായത് ഈ ഇൻഡസിന്റെ സൈഡിലൊക്കെ, അതായത് ഇവരുടെ ഇൻവേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ അത് റെസിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പ്രതിഹാര ഡൈനാസ്റ്റി ഒക്കെ ഒരു പവർഫുൾ ആയിട്ട് റൈസ് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ കിങ് ആണ് നാഗഭട്ട എന്ന് പറഞ്ഞ കിങ്. പുള്ളിയാണ് ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കിങ് എന്ന് അറിയാം. ഓക്കെ, ആരുമില്ല ഇവിടെ? നാഗഭട്ട എന്നാണ് ആദ്യത്തെ ഫേമസ് ആൻഡ് പ്രോമിനന്റ് കിങ്. പിന്നെ പുള്ളിയുടെ സമയത്താണ് പുള്ളി അറബ് ഇൻവേഷൻസ് ഒക്കെ തടയുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രകൂട കിങ്, ധ്രുവ എന്ന് പറഞ്ഞ രാഷ്ട്രകൂട കിങ് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ ട്രൈ പാർട്ടി സ്ട്രഗിളിന്റെ സമയത്താണ് ഡിഫീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ അന്ന് കണ്ട മാപ്പാണ്, ഇതിൽ പാലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ അടുത്ത കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വത്സരാജ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളീനെ കുറിച്ച് പ്രത്യേകിച്ച്, അതായത് ഈ പറഞ്ഞതന്നെ ഉള്ളൂ. അതായത് നാഗഭട്ടനെ കുറിച്ച് ശേഷമാണ് പുള്ളി വരുന്നത്. നോർത്ത് ഇന്ത്യയുടെ ഒരു ഒട്ടുമിക്ക ഭാഗങ്ങളും പുള്ളി റൂൾ ചെയ്യുന്നു. കനൗജ്, വെസ്റ്റേൺ യു പി എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. പോളിസി ഓഫ് എക്സ്പാൻഷൻ ബോട്ട് ഹിം ഇൻ കോൺഫ്ലിക്ട് ആൻഡ് നോൺ ആസ് ട്രൈ പാർട്ടി സ്ട്രഗിളിന്റെ സമയത്തൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. മിഹിർഭോജയാണ് പിന്നെ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സ്ലൈഡ് എല്ലാവരും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇതില് നമ്മള് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് അറബ് ട്രാവലേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. അത് ഓർമ്മയില്ല എല്ലാവർക്കും? അപ്പൊ അൽ മസൂദി, ഇത് അൽ മസൂദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അറബ് ട്രാവലർ ആണ്. അപ്പൊ പുള്ളിയും ഇവരെ കുറിച്ചിട്ടൊക്കെ ലിറ്റററി സോഴ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു, ഈ ട്രാവലേഴ്സിന്റെ അവരുടെ ട്രാവലോഗ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുള്ള ലിറ്റററി സോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് അൽ മസൂദി, പിന്നെ അതേപോലെ ഒരു മെർച്ചന്റ് ഉണ്ട് സുലൈമാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെർച്ചന്റ് ഉണ്ട്. അവരുടെ ഇതിൽ നിന്നാണ് ഈ ഗുജർ പ്രതിഹാരാസ് എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിനൊക്കെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നത് തന്നെ. ഓക്കെ, ഇത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഇതിൽ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഹിർ ഭോജ എന്ന് പറഞ്ഞ പുള്ളി ഡിവോട്ടി ഓഫ് വിഷ്ണു ആയിരുന്നു.
അപ്പോൾ അദ്ദേഹം ആദിവരാഹ എന്ന് പറഞ്ഞ ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാം. മിഹിർ ഭോജ പുള്ളിയാണ് അത്യാവശ്യം ഫേമസ് ഉള്ളത്. ഓക്കെ. പിന്നെ രാജ്യപാലാണ് അടുത്ത കിങ്. പുള്ളീനെ ഇൻവൈഡ് ചെയ്തെടുക്കുന്നത് രാഷ്ട്രകൂട. പിന്നെ മഹമ്മൂദ് ഓഫ് ഗസ്നി ഇൻവേഷൻസ് നമ്മൾ പഠിക്കും കുറച്ച് കഴിയുമ്പോൾ. അതേപോലെ യശ്പാല എന്ന് പറഞ്ഞ ലാസ്റ്റ് റൂളർ ഓഫ് ദസ് ഡൈനാസ്റ്റി ആണ്. ദിസ് ഡൈനാസ്റ്റി ആണ് യശ്പാല. ഇത്ര അറിഞ്ഞിരിക്കുക. ഇതില് അറിഞ്ഞിരിക്കേണ്ടത് മിഹിർ ഭോജനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ അൽ മസൂദി എന്ന് പറഞ്ഞ അറബ് ട്രാവലർ ആ സമയത്ത് ഗുജറാത്തിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ. പിന്നെ എന്താ ആദിവരാഹ, മിഹിർ ഭോജ. ഓക്കെ. വേറെ ഈ ഡൈനാസ്റ്റി ആരാ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? ഹരിചന്ദ്ര എന്ന് പറഞ്ഞ ആളാട്ടോ ഈ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് നോട്ട് ചെയ്തിട്ടില്ല എല്ലാരും? അതേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ രാഷ്ട്രകൂട കിങ്ഡം ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇതിന്ന് ചോദ്യം വന്നിട്ടുള്ളൂ. വേറെ ഈ ട്രൈപാർട്ടി സ്ട്രഗിള് പ്രിമിസ് പെർസ്പെക്റ്റീവിൽ അങ്ങനെ വന്നിട്ടില്ല. മെയിൻസ് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ് ഒക്കെ ആവുമ്പോ, കഴിഞ്ഞ വട്ടം പോലെ. ഓക്കെ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കും സാധാരണ? സ്ലൈഡ് കാണുന്നില്ല അഡ്മിനിസ്ട്രേഷന്റെ? അപ്പോ ഈ സ്ലൈഡില് എല്ലാരും എഴുതിയെടുക്കുന്ന തിരക്കിനേക്കാളും ഇതൊക്കെ ഒന്ന് നോക്കിട്ടാ. ഈ സ്ലൈഡ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഇട്ടുതരാം. കിങ് ആയിരുന്നു സാധാരണ പോലെ തന്നെ. ഇതൊരു കിങ്ഷിപ്പ് ആണല്ലോ, അപ്പൊ കിങ് ആയിരിക്കുള്ളൂ ഫസ്റ്റ്. എന്താ പുള്ളിയായിരിക്കും സെൻട്രൽ പൊസിഷൻ അല്ലേ. പിന്നെ ആരാ പുള്ളിയുടെ ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. കിങ്സിന്റെ പരമേശ്വര, മഹാരാജാതിരാജ, പരമ്പാതേര, അങ്ങനെയൊക്കെയാണ് പുള്ളിനെ അറിയപ്പെടുന്നത്. പിന്നെ സാമന്താസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമി പീപ്പിള് ഉണ്ടായിരുന്ന പൊസിഷനെ പറഞ്ഞാണ് സാമന്താസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് സാമന്താസ് ആൻഡ് സിംഗിങ് ഓൺ ജോയിൻസ് വർക്ക്സ് ഓഫ് കിങ്സ്. സിംഗിങ് അല്ല, സൈനിങ് എന്നായിരുന്നു, സ്പെല്ലിങ് മാറിപ്പോയതാ. ഒരു മിനിറ്റ് ഒന്ന് റെഡി ആക്കട്ടെ. ഇതില് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ 8 ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. 8 ടൈപ്പ് ഓഫ് ഓഫീസേഴ്സിന്റെ പേരൊക്കെ പഠിച്ചിരിക്കണം. ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും മറ്റേ ബാക്കിയുള്ള പാലാസിലും രാഷ്ട്രകൂടാസിലൊക്കെ ഇതേപോലെ തന്നെ ഓഫീസേഴ്സ് തന്നെ ആയിരിക്കുള്ളൂ. അതായത് കാണുന്നില്ലേ എല്ലാവർക്കും സ്ലൈഡ്? എല്ലാവരും ക്ഷീണത്തിലാണ്, ശനി ഞായറും കഴിഞ്ഞതിന്റെ. 8 ടൈപ്സ് ഓഫ് ഓഫീസേഴ്സ്. കൊട്ടപ്പാല എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓഫീസർ ഓഫ് ദ ഫോർട്ട് ആണെന്ന് അറിയാം. പിന്നെ ഇതിൽ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പൊ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം വേറെ നമുക്ക് കൂടുതലും വേറെ ഒന്നും അറിയാനില്ല പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടില്ല. കൂടുതൽ ആട്ടം കൾച്ചറിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് 8 ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ് എഴുതിയെടുത്തോ. പിന്നെ സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? കാസ്റ്റ് സിസ്റ്റം അപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ. വുമൺസിന്റെ സംഭവം അവര് മ്യൂസിക്, ഡാൻസ്, പെയിന്റിങ്സ് ഒക്കെ ലേൺ ചെയ്യുന്നു. വെരി മച്ച് ഫോണ്ട് ഓഫ് ഓർണമെന്റ്സ്. പിന്നെ എക്കണോമി ലാർജ്ലി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആയിരുന്നു. ആ സമയത്ത് എന്തായാലും അഗ്രികൾച്ചർ അറിയാലോ നിങ്ങൾക്ക്. പിന്നെ മേജർ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് റോയൽ ഹൗസ് ഹോൾഡ് ആൻഡ് ആർമി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൾസ് കോൾഡ് ഡ്രമ്മാസ് ബൈ കിങ് ഭോജ. ഓക്കെ. ഇത് എഴുതിയെടുത്തോ 8 ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ്? ഓക്കെ. പ്രതിഹാരാസ് എന്ന് പറഞ്ഞാൽ രാജപുട്ട് ക്ലാൻസിന്റെ ഇടയിലുള്ള ഒരു ക്ലാൻസ് ആണ്. അവരുടെ നിന്നാണ് ഇവര് റൈസ് ചെയ്ത് വന്നത്. ബാക്കി അറബ് ഇൻവേഷൻസ് ഉണ്ടായിരുന്നു, അത് റെസിസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇവര് കൂടുതൽ പവർഫുൾ ആയത്. നാഗപട്ട
നാഗവട്ടയാണെന്ന് അറിയാം, ഫേമസ് കിങ്. പക്ഷെ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്ത് ഹരിചന്ദ്ര ആണെന്നറിയാം. പിന്നെ അറബിൻ വേർഷൻസ് റെസ്റ്റ് ചെയ്തത് നാഗവട്ടയാണ്. പിന്നെ രാഷ്ട്രകൂട കിങ് ധ്രുവ ഡിഫീറ്റ് ചെയ്യുന്നു. വത്സരാജ, മിഹിർഭോജയാണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ സമയത്ത് തന്നെ അൽ മസൂദി എന്ന് പറഞ്ഞ ആള് അറബ് ട്രാവലർ ആണ്. പുള്ളി ഗുജറാത്ത് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അൽ മസൂദി അറബ് ട്രാവലർ, ഗുജറാത്ത് മറക്കരുത്. പിന്നെ മിഹിർഭോജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ ഒരു ഡിവോട്ടി ആയിരുന്നു. ഈ വൈഷ്ണവത്തിന്റെ എമർജൻസി എപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞത്? ആൻഷ്യൻ ഇന്ത്യയില് വൈഷ്ണവിസം എമർജൻസ് ഓർമ്മയുണ്ടോ? ആരുമില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹലോ. അതെ സർ. ഓക്കെ ഓക്കെ. എപ്പോഴായിരുന്നു എമർജൻസി ഓഫ് വൈഷ്ണവിസം? ഒരു ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല സർ. ആർക്കും ഓർമ്മയില്ല? ഒരു പില്ലർ അങ്ങനെയൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ദിബിൻലാലല്ലേ? പോയോ ദിബിൻലാല്? ഹെട്രോഡോറസ് പില്ലർ ആണ് സർ. ഹെട്രോഡോറസ് അല്ലടാ, ഹെലിയോഡോറസ് അല്ലേ? സോറി ഹെലിയോഡോറസ് ആയി കൺഫ്യൂഷൻ ആയിട്ട്. അത് കേട്ടായിരുന്നു. ഹെലിയോഡോറസ്. അപ്പോ മിഹിർഭോജ അതറിയാം. പിന്നെ അഡ്മിനിസ്ട്രേഷൻസ്, അതേപോലെ ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ്, സൊസൈറ്റി എങ്ങനെയായിരുന്നു അറിയാം. എക്കണോമി ലാർജ്ലി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആയിരുന്നു. ഈ കനൗജിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ കനൗജിന് വേണ്ടിട്ട് എന്താണ് എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞേ. എല്ലാവരും മടി പിടിച്ചിരിക്കാതെ ഓരോരുത്തരായിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ നോക്കട്ടെ. വല്ലതും പറയൂ. ആരുമില്ലേ? ബോറടിച്ച എല്ലാവർക്കും? ഇല്ല സർ, അവിടെ റിസോഴ്സസ് കൂടുതലായിട്ടുള്ളോണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പാലയാണ്. പാല ഡൈനസ്റ്റി എവിടെയാണെന്നാ ഞാൻ പറഞ്ഞേ? ബംഗാൾ സൈഡിലാണ്. അപ്പൊ അവിടെ ഒരു ഈസ്റ്റേൺ സൈഡില് ഒരു ബംഗാൾ സൈഡിൽ ഒരു കിങ്ങിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹലോ. ധർമ്മപാലന? അല്ലടാ, അത് ധർമ്മപാല പാല ഡൈനാസ്റ്റിയിലെ ഒരു റൂളറാണ്. പുള്ളിയല്ല. ഞാൻ പറഞ്ഞില്ലേ ഹർഷവർദ്ധനയുടെ സമയത്ത് ഹർഷവർദ്ധനെ കയറ്റി യുദ്ധത്തിൽ ഉണ്ടായിരുന്നോണ്ട് ഹർഷവർദ്ധന പുള്ളിനായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന ആ ബംഗാൾ സൈഡൊക്കെ അനക്സ് ചെയ്യാൻ നോക്കിയിരുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. യശോവർമ്മനാണോ? അല്ലല്ല. അടുത്ത നമുക്ക് പാല ഡൈനസ്റ്റിയാണ്. അപ്പൊ അവിടുത്തെ ഒരു കിങ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഡിക്ലൈന് ശേഷമാണ്, അതായത് ഹർഷയുടെ ഡെത്തിന് ശേഷം ഇതേപോലെ ഞാൻ പറഞ്ഞു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ മൊത്തം. അപ്പോൾ അതേപോലെ തന്നെയാണ് പാലാസിന്റെ ഭാഗത്തും പാലാസിന്റെ സൈഡിലും ഉണ്ടായിരുന്നത്. അതായത് ആ ഭാഗത്തൊക്കെ ഹർഷവർദ്ധന ഉണ്ടായിരുന്നല്ലോ. നമ്മളന്ന് പറഞ്ഞിരുന്നു ഹർഷവർദ്ധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു എംപയർ ആയിരുന്നു. ഓവറോൾ നോർത്ത് ഇന്ത്യ റൂൾ ചെയ്തിരുന്നില്ലെങ്കിലും ഒരു ഒട്ടുമിക്ക ഭാഗം പുള്ളിയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ ബംഗാൾ സൈഡിലുള്ള റൂളേഴ്സിനെ ഒരു റൂളറിനായിട്ട് പുള്ളി യുദ്ധത്തിലുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ കാലത്തിന് ശേഷമാണ് ഈ പാല ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ സംഭവം ഉടലെടുക്കുന്നത്. ഈ പാലാസ് എന്ന് പറഞ്ഞിട്ട് ഗോപാലയാണ് ഈ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. ഓക്കെ. ബംഗാൾ ബീഹാർ ഏരിയയിലായിരുന്നു. പുള്ളിയുടെ സമയത്താണ് നമ്മൾ വജ്രയാനം സ്കൂൾ ഓഫ് ബുദ്ധിസം പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക്? വജ്രയാന സ്കൂൾ ഓഫ്, നിങ്ങൾ സ്ലൈഡ് ചെയ്തെടുക്കുന്ന നേരം കൊണ്ട് ക്ലാസ് ഒന്ന് ജസ്റ്റ് കേൾക്കട്ടോ. സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അയച്ചു തരാം. വൈകൂല, ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അയച്ചു തരാം. ഈ വജ്രയാന സ്കൂൾ ഓഫ് ബുദ്ധിസം പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക്? പഠിപ്പിച്ചിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പോ ഈ ഓക്കേടാ, ശരി ശരി. ഗോപാലയാണ് ഈ പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ.
ബംഗാൾ ബീഹാർ സ്ഥലത്തായിരുന്നു. ഇവരുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിങ് ശശാങ്ക എന്നാണ് ബംഗാൾ സൈഡിലുള്ള റൂളറിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓർമ്മയുണ്ടോ ഇപ്പൊ എല്ലാവർക്കും? ശശാങ്ക റൂളർ ഹർഷവർദ്ധന്റെ സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ ആ സമയത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷമാണ് ഈ ഗോപാല എന്ന് പറഞ്ഞ ആള് പാല ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ആള് ഒരു എമിനന്റ് ചീഫ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ ധർമ്മപാലയുടെ സമയത്താണ് ശരിക്കും ഈ ട്രൈ പാർട്ടി സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ് എന്ന ആൾക്കാരായിട്ട് പാല ഡൈനാസ്റ്റി കനൗജിന് വേണ്ടി യുദ്ധം ഉണ്ടായിരുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നളന്ദ യൂണിവേഴ്സിറ്റി ആകെ പോയി കിടക്കായിരിക്കും ആ സമയത്ത്. അതിന് നളന്ദ യൂണിവേഴ്സിറ്റിനെ റിവൈവ് ചെയ്ത്, അതേപോലെ തന്നെ വിക്രംശില എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്യുകയും ചെയ്തു, ഒരു മൊണാസ്ട്രി അവിടെ ഫൗണ്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ആ സമയത്താണ് വിക്രംശില മൊണാസ്ട്രിയുടെ സമയത്താണ് ഈ വജ്രയാന ബുദ്ധിസം ഫൗണ്ട് ചെയ്യുന്നത്. വജ്രയാന ബുദ്ധിസം ഫൗണ്ട് ചെയ്യുന്നത് മാത്രമല്ല, ആ സമയത്ത് ദിബങ്കര തീസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹായാന ബുദ്ധിസത്തിൽ നിന്നും വേർപെട്ടു വന്ന ഒരു ആളുണ്ട്, ദിബങ്കര തീസ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ് ഈ വജ്രയാന ബുദ്ധിസം സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ടിബറ്റൻ സ്കൂളിൽ, ടിബറ്റ് ഭാഗത്തു നിന്നും പിന്നെ അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വിക്രംശിലയിലേക്ക് ഈ വജ്രയാന ബുദ്ധിസം പഠിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. ഓക്കെ, ഇതില് നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രംശില മൊണാസ്ട്രി പാല ഡൈനാസ്റ്റിയുടെ സമയത്താണ്, ധർമ്മപാലയുടെ സമയത്താണ് രാഷ്ട്രകൂടാസ്, പ്രതിഹാരസ്, ആ സമയത്ത് ട്രൈ പാർട്ടി സ്ട്രഗിളിന്റെ സംഭവം. പിന്നെ വജ്രയാന സ്കൂൾ ഓഫ് ബുദ്ധിസം ഉണ്ടായിരുന്നു അറിയാം. ദേവാലയാണ് പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദേവാലയാണ് ഈ എംപയർ എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് അറിയാം. മഹിപാല എന്ന് പറഞ്ഞ അടുത്ത ആള്. രാമപാല ലാസ്റ്റ് സ്ട്രോങ് റൂളറാണ്. ഇതില് നിങ്ങൾ അറിയേണ്ട അഷ്ടസഹസ്രിക പ്രചന പരിമിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല പീരീഡിലുള്ളതാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ആണ്. ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ എൻലൈറ്റ്മെന്റ് കിട്ടും എന്നാ പറയുന്നത്. ഇത് കാണുന്നില്ലേ? ബുദ്ധിസ്റ്റ് പാംലിഫ് മാനുസ്ക്രിപ്റ്റ്, അഷ്ടസഹസ്രിക പ്രചന പരിമിത, പാല പീരീഡ്. ഇത് പാല പീരീഡിലാണെന്ന് അറിയാം. ഇവരുടെ സമയത്ത് സൊസൈറ്റി എങ്ങനെയായിരിക്കും? എക്കണോമി, സൊസൈറ്റി ഒക്കെ എങ്ങനെയായിരിക്കും? പറഞ്ഞേ. വജ്രയാന ബുദ്ധിസം നോട്ട് ഉണ്ടായിരുന്നു അന്ന് ബുദ്ധിസം പഠിപ്പിച്ചിരുന്നപ്പോ? സ്ലൈഡിൽ ചെറിയൊരു 5 ലൈൻ. വജ്രയാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വേറൊരു പാല ഡൈനാസ്റ്റിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിസമാണ്. ഇത് വെഹിക്കിൾ ഓഫ് തന്ത്രവോൾട്ട് എന്നാണ് അറിയാം, അല്ലെങ്കിൽ ഡയമണ്ട് വെഹിക്കിൾ എന്ന് പറയും. മന്ത്രയാന, തന്ത്രയുടെ എസോട്രിക് ബുദ്ധിസം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവർ ചാണ്ടിങ് ഓഫ് മന്ത്രാസ് ഒക്കെ ചാൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവര് മഹായാന ബുദ്ധിസത്തിൽ നിന്നും ബുദ്ധിസം സെക്ഷനിൽ നിന്നും മാറിയിട്ടുള്ള ടീംസ് ആണ്. പിന്നെ ഇതിൽ അറിയേണ്ടത് 2 ട്രൂപ്സ് ഉണ്ടെന്ന് അറിയാം. കൺവെൻഷനും അൾട്ടിമേറ്റും എന്ന 2 ട്രൂപ്സ് ഉണ്ടെന്ന് അറിയാം. പിന്നെ ട്രൂപ്സ് ഓഫ് ഡോക്ടറിൻ ഇസ് സെൻട്രൽ കൺസെപ്റ്റ്. ഈ 2 ട്രൂപ്സ് ആണ് സെൻട്രൽ കൺസെപ്റ്റ് എന്ന് അറിയാം. പിന്നെ നമ്മള് മഹായാന ബുദ്ധിസം ഉള്ള ആ സമയത്ത് പഠിപ്പിച്ചിരുന്ന സമയത്ത്, ആ സമയത്ത് ബോധിസത്വ ആയിരുന്നില്ലേ? അത് ഓർക്കുന്നില്ല എല്ലാവരും? ഇതില് ഇതാണ് ബോധിസത്വാസിനെ താര എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഗുരുവിന് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നുണ്ട് ഇതില്. ഗുരു എന്ന് പറഞ്ഞാൽ ആരാന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ ഏതൊക്കെ ഏരിയയിലാണ്? ബംഗാൾ, ബീഹാർ, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാനിലൊക്കെയാണ് ഇതിനും കൂടി ഫേമസ് ആയെന്നുള്ള അറിയാം. അതായത് ദിബങ്കര ദീസ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ദിബങ്കര ദീസ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി മുഖാന്തരമാണ് ഈ വജ്രയാന ബുദ്ധിസം എല്ലാ സ്ഥലത്തും എത്തുന്നത്. പിന്നെ വജ്രയാന ബുദ്ധിസം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ 2 ഡോക്ടറൈൻ, 2 ട്രൂത്ത്സ് ഓഫ് ഡോക്ടറൈൻ, കൺവെൻഷനും അൾട്ടിമേറ്റും. പിന്നെ ബോധിസത്വാസിന് ഇവിടെ താരാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക് പറയുന്നത്? ബോറടിച്ചിട്ടാണോ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? ക്ലിയർ ആണ് സർ. അപ്പൊ സാറേ പ്രധാന വ്യത്യാസം എന്താ സാറേ ഇത് തമ്മില്? പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹായാന ബുദ്ധിസത്തിലും ഈ വജ്രയാന ബുദ്ധിസത്തിലും ഇവര് താന്ത്രിക്കാണ്. അതായത് ഈ കൂടുതലും മന്ത്രാസ് ആണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻലൈറ്റ്മെന്റിലേക്ക് എത്താനായിട്ട്.
ആ ഫോം ഓഫ് മെഡിറ്റേഷൻ ആയിരുന്നു. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴ മെഡിറ്റേഷൻ ഏതാ പറയാ, അതായത് വേദിക് മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്നുവെച്ചാൽ ഇതും അതും തമ്മിൽ ഒരു ബന്ധം അങ്ങനെ ഇല്ല. പക്ഷെ അതായത് ഇപ്പൊ ഈ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ എന്നൊക്കെ കൊണ്ടൊരു മെഡിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ അല്ല സാറേ, അപ്പൊ ഈ ഹീനയാനത്തിലും അങ്ങനെ തന്നെയാണല്ലോ ഈ മെഡിറ്റേഷൻ. ഹീനാനയിൽ എന്താ, ഹീനാനയിൽ മന്ത്രാസം ഒന്നും ഇല്ലല്ലോ. മറ്റേതാണല്ലോ. ശരിയാ ബിബിൻലാൽ സാർ. ഓക്കെ. അപ്പോ ഇതില് മെയിൻ ആയിട്ട് അങ്ങനെയാണ്, ചാൻഡിങ് ഓഫ് മന്ത്രാസ് ആണ്, അതാണ് മെയിൻ. പിന്നെ അതേപോലെ ഇതിലുണ്ടായിരുന്നത് ബോധിസത്വാസിന് പകരം താരാസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ രണ്ട് ഡോക്ടറൈൻസ് ഉണ്ടെന്ന് അറിയാം, കൺവെൻഷനും അൾട്ടിമേറ്റും. ഇനി അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇവിടം വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? വജ്രയാന ബുദ്ധിസം നമുക്ക് അന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അഷ്ടശാസ്ത്രിക പ്രചന പരമിത മറക്കരുതിട്ടാ. ഹലോ. പിന്നെ പാലാസ്, വജ്രയാന സ്കൂൾ ഓഫ് ബൗദ്ധിസം, സ്കൂൾ ഓഫ് ബുദ്ധിസം. പിന്നെ അതേപോലെ നമ്മുടെ വിക്രംശില മൊണാസ്ട്രി ഈ സമയത്താണ്, മറക്കരുത്. നളന്ദ യൂണിവേഴ്സിറ്റിന് റിവൈവ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നളന്ദയുടെ തക്ഷശീലയുടെ കാര്യങ്ങളൊക്കെ നമ്മ കഴിഞ്ഞ ആഴ്ച നോക്കിയതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബോറടിക്കുന്നുണ്ടാവില്ലേ? ഇനി അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ്. അത് ഇതിലും കുറച്ചുണ്ട്. ബുക്തീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളന്ന് പഠിച്ചിരുന്നില്ലേ? ബുക്തീസ് എന്നല്ലെങ്കിൽ ബുക്തീസ് എന്നൊക്കെ പറയേ, അതാണ് ദീസ് ബുക്തീസ്. ബുക്തീസ് എന്ന് പറഞ്ഞ പ്രൊവിൻസസ് ആണ്. അവരെ പിന്നെ സെഗ്മെന്റ് ചെയ്തിരിക്കുന്ന വിഷയ എന്ന് പറഞ്ഞ ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. പിന്നെ മണ്ഡലാസ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്സ് ആണെന്ന് അറിയാം. പിന്നെ വേറെ കുറച്ച് സ്മോളർ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് കണ്ഡല, ഭാഗ, ആവൃതി, ചതുരാക, പത്തക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ യൂണിറ്റ്സിനെ പറയുന്നത്. അതെ, നമ്മള് ഏത് സമയത്താണ് ഇത് പഠിച്ചത്? അതായത് ബ്രാഹ്മൺസിന് അതിന് ബുദ്ധിസ്റ്റിനൊക്കെ ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ കൊടുത്തിന് ഏത് സമയത്താ? ഓർമ്മയുണ്ടോ അത്? ഓർമ്മയുണ്ടോ? ഗുപ്ത പീരീഡിലാണോ? ഏത് പീരീഡിലാ? ഓക്കെ, ഈ ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിരുന്നു. പിന്നെ അതേപോലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിക്കൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ലാൻഡ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാല ഡൈനസ്റ്റി ഈ ഇതേപോലെ തന്നെ ഇങ്ങനെ കോല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് സർവീസ് ആണെന്ന് അറിയാം. അതാ എനിക്ക് ഇത്തിരി ഇതായിട്ട് തോന്നുന്നു ഇതില്. അടുത്തവും കുറച്ച് ഓഫീസേഴ്സിന്റെ പല ഇതുണ്ട്. രാജ ഓർ മഹാസ്മദ വാസൽ കിങ്സ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇങ്ങനെ ഈ പേര് ഇതാണെന്ന് അറിയണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ആൻഷ്യന്റിലൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം മെഡീവൽ ആയതുകൊണ്ട് ചിലപ്പോ ഈ കോല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അവർ ചിലപ്പോ വല്ല ലാൻഡ് മെഷർമെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല കോയിൻസോ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. മനസ്സിലായോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാട്ടെന്താ ഒരാളും? മനസ്സിലായി. ഓക്കെ. ഇനി സൊസൈറ്റി എങ്ങനെയായിരുന്നു ഈ സമയത്ത്? കാസ്റ്റ് സിസ്റ്റം അത്ര റിജിഡ് ആയിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസിന്റെ ഒക്കെ സുപ്രിമസി അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ബുദ്ധിസം ആയിരുന്നു ഒരുപാട് കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ഈ വേർതിരിവ് ഉണ്ടായിരുന്നില്ല. കാസ്റ്റ് സിസ്റ്റം കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു അറിയാം. പിന്നെ ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്നു. പീപ്പിൾ ലെഡ് എ വെരി സിമ്പിൾ ലൈഫ്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ, റിലീജിയസ് ടോളറേഷൻ ആയിരുന്നു ഇവരുടെ സ്റ്റേറ്റ് പോളിസി അഡാപ്റ്റ് ചെയ്യുന്ന ധർമ്മപാല. ഓക്കെ, എക്കണോമി എന്തായിരിക്കും? മെയിൻ സോഴ്സ് അഗ്രികൾച്ചർ ആണ്. ഫാമേഴ്സിന് ലാൻഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. മിനറൽ സോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ അയൺ ഓർ അതേപോലെ തന്നെ കോപ്പർ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് സ്മെൽറ്റിംഗ് ഓർ ആയിരുന്നു. അതുകൊണ്ട് കുറെ വെപ്പൺസ് ഒന്നും അങ്ങനെ അവർ ഉണ്ടാക്കിയിരുന്നില്ല. സ്മെൽറ്റിംഗ് ഓർ ആയിരുന്നു കൂടുതലും ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ള കാര്യം. പിന്നെ ട്രേഡ് ഒക്കെ ഫ്ലറിഷ് ചെയ്തിരുന്നു. പക്ഷെ ഗുപ്ത സമയത്തിനെ പോലെ അത്ര ഫ്ലറിഷ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഗുപ്തയുടെ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ഗോൾഡ് കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ഗോൾഡ് കോയിൻസ് ഒന്നും അധികം കാണുന്നില്ല എന്നൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ആരൊന്നും മിണ്ടാതെ. അപ്പോ ഇവിടെ നോക്കിയ നമ്മുടെ ഈ ട്രേഡ് ഡിക്ലൈൻ ചെയ്തതിനു ശേഷം
പാല പീരീഡിൽ എന്തായി ഈ സിൽവർ കോയിൻസ്, പിന്നെ അതുപോലെ അതിനുശേഷം കോപ്പർ കോയിൻസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതായി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടിയില്ല. കാരണം ഗുപ്തയുടെ സമയത്ത് ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് പയ്യെ ഒരു കോപ്പർ കോയിൻസിലേക്ക് ഇങ്ങനെ മാറി. അതായത് ട്രേഡിന്റെ ഡിക്ലൈന് ശേഷം ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് ഗുപ്ത പീരീഡ് ആണ്. ആ സമയത്താണ് ട്രേഡ് ഏറ്റവും കൂടുതൽ അതിന്റെ പീക്കിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട വജ്രയാന ബുദ്ധിസം, പിന്നെ അതേപോലെ തന്നെ ഫൗണ്ടർ ആരാന്നറിയാം. ഈ ബംഗാൾ സൈഡിലുള്ള ഒരു കിങ്ങിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്തായിരുന്നു പുള്ളിയുടെ പേര്? ശശാങ്കനാണ്. ശശാങ്ക എന്ന കിങ്. പുള്ളീനെ ഓർത്തഡോക്സ് ചെയ്തിട്ട് പുള്ളിയുടെ കാലശേഷമാണ് ഈ ഗോപാല എന്ന് പറഞ്ഞ റൂളർ ആള് ഈ പാല എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യണമെന്ന് അറിയാം. പിന്നെ പുള്ളിയും ബുദ്ധിസത്തിന്റെ ഫോളോവർ ആണ്. വജ്രയാന സ്കൂൾ ഓഫ് ബുദ്ധിസം, പിന്നെ ദിബങ്കര ദീശ, അതൊക്കെ ഓർമ്മ വേണം. വിക്രംശില മൊണാസ്ട്രി, പിന്നെ അതേപോലെ നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റി റിവൈവ് ചെയ്ത കാര്യം മറക്കരുത്. ഓക്കെ അല്ലേ? പിന്നെ ധർമ്മപാല രാംപാലനെ കുറിച്ച് അറിയാം, ലാസ്റ്റ് റൂളർ ആണ്. ബുദ്ധിസ്റ്റ് ഫാമിലി അഷ്ടസഹസ്രിക പ്രജനപരമിതനെ കുറിച്ച് അറിയാം. ഓക്കെ. വജ്രയാന സ്കൂൾ ഓഫ് ബുദ്ധിസം എന്താണെന്ന് അറിയാം. അതും ഹീനയാന മഹായാന വജ്രയാന തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഇതിൽ സാൽവേഷൻ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് മാജിക്കൽ പവേഴ്സ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് സാൽവേഷൻ കിട്ടുന്നതാണ് പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ ഇതിലെങ്ങനെയായിരുന്നു, സ്റ്റാർവേഷൻ ചെയ്തിട്ടാണ് ഈ ലിബറേഷനിലേക്ക് എത്തുന്നത്. ഇത് ജൈനസത്തില് മഹായാനയും, പിന്നെ അത് നമ്മുടെ ബുദ്ധിസം മിഡിൽ പാത്താണ്. 4 നോബിൾ ട്രൂത്ത്സ്, 8 ഫോൾ പാത്ത് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. മഹായാനിൽ ബോധിസത്വാസ് ആണെങ്കിൽ ഇത് താരാസാന്ന് അറിയാം. അത് മറക്കരുതിട്ടാ. ഈ ലാമാന്നൊക്കെ പറയല്ലോ ടിബറ്റില്, ഗുരുവിനൊക്കെ അവിടെ ലാമാന്നാണ് പറയാ. ഓക്കെ. എന്താ എല്ലാരും ബോറടിച്ചിരിക്കാണോ എല്ലാരും? ഇല്ല സാർ. ഇല്ല. ചെറുതായിട്ടല്ലേ. പിന്നെ 2 ട്രൂത്ത്സ് ഉണ്ടെന്ന് അറിയാം, കൺവെൻഷനും അൾട്ടിമേറ്റും. അൾട്ടിമേറ്റ് ആവാണ് ലിബറേഷനിലേക്ക് എത്തുന്നത്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും എന്താണ് എക്സിസ്റ്റ് ചെയ്യാത്ത അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കൺവെൻഷനിൽ പറഞ്ഞ. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവേക്കൻഡ് എൻലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് കാണാന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊണാർക്കിയാണ്. അപ്പൊ കിങ് ആണ് സെന്റർ എന്ന് അറിയാം. പിന്നെ ബുക്തീസ്, പിന്നെ അതേപോലെ ബുക്തീസ് അല്ലെങ്കിൽ ബുക്തീസ് എന്നൊക്കെ പറയും. അതിനെ നമ്മ വേറെ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിന് പേര് വിഷയാസ് എന്നാണ്. പിന്നെ കന്തല, ഭാഗാകൃതി, ചതുർഗ, പത്തക എന്നൊക്കെ പറഞ്ഞ സ്മോളർ യൂണിറ്റ്സ് ആണ്. ഈ പേരൊക്കെ എഴുതിയെടുക്കണേ. പാല കിങ്സ് ബ്രാഹ്മൺസിനും അത് പ്രീസ്റ്റിനൊക്കെ ലാൻഡ്സ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ അവിടുത്തെ സൊസൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാല ഡൈനാസ്റ്റി ഓൾസോ ഫീച്ചർഡ് മഹാദന്തനൈക ഓർ മാതൃക ചീഫ് ജസ്റ്റിസ്. ഇത് പോലീസ് ഫോഴ്സസ്. കോല എന്ന് പറഞ്ഞാൽ മറക്കരുത്, സീക്രട്ട് സർവീസ് ആണ്. പിന്നെ അവരുടെ കുറച്ച് ഇത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ എഴുതിയെടുക്കാൻ. പിന്നെ കാസ്റ്റ് സിസ്റ്റം ഫ്ലെക്സിബിൾ, റിജിഡ് ആയിരുന്നില്ല, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു ആ സമയത്ത്. കാരണം വെച്ചാൽ ബുദ്ധിസം കുറെ പേര് ഫോളോ ചെയ്തിരുന്നു. പിന്നെ റിലീജിയസ് ടോളറേഷൻ ആ സമയത്ത് ധർമ്മപാല അഡോപ്റ്റ് ചെയ്യുന്നത്. ധർമ്മപാല ദിപിലാലെ കണ്ടില്ലേ, ഈ പാല ഡൈനാസ്റ്റിയിലുള്ള കേട്ടോ ധർമ്മപാല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പീപ്പിൾ ഒരു സിമ്പിൾ ലൈഫ് ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്ന ആ സമയത്ത്. ആ സമയത്ത് സദ്യ ഉണ്ടായിട്ടുണ്ടാവോ പാല സമയത്ത്? പിന്നെ പാല പീരീഡ് ആൻഷ്യന്റ് ഇന്ത്യ പീരീഡ്സ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇതുവരെ ക്ലിയർ അല്ല എല്ലാവർക്കും? എക്കണോമി നോക്കി, മെയിൻ സോഴ്സ് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. ട്രേഡ് ഡിക്ലൈൻ ചെയ്യുന്നതുകൊണ്ട് കോപ്പർ കോയിൻസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ അല്ലേ ഇതുവരെ? പറയ്. വിക്രംശില മൊണാസ്ട്രിയുടെ കാര്യം മറക്കരുതാ. അത് പാല ആർട്ടൊക്കെയാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ളത്. പാല ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ആ സമയത്ത് കുറെ ഇൻവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ കുറെ ആർക്കിടെക്ചേഴ്സ്, അതായത് ടെമ്പിൾസ്, അതൊക്കെ ഇവർ തകർത്തു എന്നാണ് പറയുന്നത്.
ബുദ്ധിസ്റ്റ് സൂബാസ് കുറെ തകർത്ത് കളഞ്ഞു. പിന്നെ ഇതിന് ശേഷമാണ് രാഷ്ട്രകൂടാസ് വരുന്നത്. രാഷ്ട്രകൂടാസ്, പാലാസ്, പ്രതിഹാരാസ്. അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഇവിടെ, ഈ രാഷ്ട്രകൂടാസ് എങ്ങനെയാ ഈ പവറിലേക്ക് വരുന്നത്? ഞാൻ ഇതിനേക്കാൾ മുമ്പ് ആൻഷ്യന്റ് ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുണ്ടോ അത്? ആരുടെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു ഇവര്? പറ. ആരുമില്ലേ ക്ലാസ്സിൽ? ആരുമില്ല? ഈ അവരെ തോപ്പിച്ചിട്ടില്ല സാറേ. ആര്? അല്ല, ഈ ഇവര് ആരുടെ ഞാൻ ആൻഷ്യന്റ് ഇന്ത്യയിൽ പറയുന്നത് ഒരു കിങ്ഡംസിന്റെ ഒരു കിങ്ഷിപ്സിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു ഇവര്. രാഷ്ട്രകൂടാസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എപ്പോഴാ? ജസ്റ്റ് ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്താ രസം. ആരതില്ലേ? അറിയോ? അക്ഷയ് ടീച്ചർ സാർ വണ്ടി ഓടിക്കുക ചാലൂക്യന്മാരാണോ? വണ്ടി ഓടിക്കാണോ? ആ, ചാലൂക്യ. ആ, നീ എവിടെയാ അപ്പൊ? ഞാൻ ടൗണിലാ ഉള്ളത്. ഞാൻ അതുകൊണ്ട് കേൾക്കുന്നതേ ഉള്ളൂ. ഞാൻ വണ്ടി ഓടിക്കുക. ആ, ഓ അടിപൊളി. ശരി എന്നാ. ആ, ചാലൂക്യാസിന്റെ ഫ്യൂഡേറ്ററീസ് ആണ് ഇവര്. അതായത് ചാലൂക്യാസ് ഒരു സമയത്ത് ഈ അറബ് ഇൻവേഷൻസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് വെസ്റ്റേൺ സൈഡിൽ അവര് റെസിസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ചാലൂക്യാസ്, അതായത് ഡെക്കാൻ സൈഡിലുള്ള ആൾക്കാരായിരുന്നു. ഡെക്കാൻ സൈഡിൽ ഉണ്ടായിരുന്നപ്പോ രാഷ്ട്രകൂടാസ് ഇവരുടെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. ഈ അറബ് ഇൻവേഷൻസ് ഒക്കെ തടയുന്ന സമയത്ത് ചാലൂക്യാസിന്റെ കിങ്ഷിപ്പ് കുറച്ചും കൂടി വീക്കൻ ചെയ്തു. ആ സമയത്താണ് രാഷ്ട്രകൂടാസ് ഇവരുടെ ഫ്യൂഡേറ്ററീസ് എന്താ പറയുക പവറിലേക്ക് വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ രാഷ്ട്രകൂടാസിന് ചാലൂക്യ പ്രിൻസസിനായിട്ട്, അതായത് ചാലൂക്യ ഡൈനാസ്റ്റിനായിട്ട് ഒരു മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു കാരണമാണ്. രാഷ്ട്രകൂടാസിൽ ദന്തി ദുർഗ എന്ന് പറഞ്ഞാണ്. ഹലോ, ദന്തി ദുർഗ നിങ്ങൾ കേൾക്കുന്നില്ലേ? അതോ ബോറടിച്ചിട്ട് ഇരിക്കുകയാണോ നിങ്ങള്? ആ, ഈ കനൗജ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? ഈ മഗധ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെയാണ് കനൗജിന്റെ. ഓക്കെ. ഈ രാഷ്ട്രകൂടാസിന്റെ പിന്നെ അതുപോലെ കിങ്സ് ആണ്. ദന്തി ദുർഗ എന്ന് പറഞ്ഞ ആള് ചാലുക്യ ബദാമിയുടെ ഫ്യൂഡേറ്ററീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ മന്യഗേദ കർണാടകയിലാണ്. അതേപോലെ ഇതില് രാഷ്ട്രകൂട ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രകൂട ആരാണ് ഫൗണ്ട് ചെയ്തത്, ഡൈനാസ്റ്റി ആരാണ് ഫൗണ്ട് ചെയ്തതെന്നായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആ കൂടി 2-3 ചോദ്യം എന്തോ ചോദിച്ചിട്ടുള്ളൂ. ആട്ടങ്കൾസറി എന്നാണ് പിന്നെയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ട്രൈപാർട്ടിയറ്റ് സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 പേരും കൂടി കനൗജിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ഉണ്ടോ, അത് നോക്കണ്ട. ധ്രുവ ആണ് പിന്നെ പുള്ളീനെ സക്സസ് ചെയ്ത് വരുന്ന കിങ്. പിന്നെ ഗോവിന്ദ്, അമോഘവർഷ അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിങ് ആണ് അമോഘവർഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമോഘവർഷ ചാലൂക്യാസിനായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു അറിയാം. പിന്നെ അതേപോലെ പല്ലവാസ് പാണ്ഡ്യാസിനൊക്കെ ആയിട്ട് യുദ്ധം ഉണ്ടായിരുന്നു കേട്ടോ. കനൗജ് ക്യാപ്ചർ ചെയ്യാനൊക്കെ പുള്ളി നോക്കിയിരുന്നു. ഈ അമോഘവർഷൻ തെക്കേ ഇന്ത്യയിലെ അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലെ അശോകൻ അറിയപ്പെടുന്നുണ്ടോ? അത് എനിക്കറിയില്ലടാ. എവിടെയോ കേട്ടോല്ലോ. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ, അറിയില്ല. നോക്കണം, നോക്കിട്ട് പറയാം. പിന്നെ ഇവരുടെ സൊസൈറ്റി, ട്രേഡ്, പൊളിറ്റി ആൻഡ് ലൈഫാണ്. കിങ് ആയിരുന്നു. ഇതും ഒരു മൊണാർക്കിയൽ സിസ്റ്റം ആണല്ലോ. ബുക്തീസ്
വിഷയ പട്ടാല എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നേരത്തെ നമ്മൾ ജസ്റ്റ് നോക്കിയാല് princes were mostly appointed as provincial governors. പിന്നെ position of ministers were hereditary. വെൽ ഓർഗനൈസ്ഡ് ഇൻഫൻട്രി, നല്ല ആർമി സെറ്റപ്പ് ഒക്കെ ആയിരുന്നു ഇവർക്ക് യുദ്ധത്തിന് ആ സമയത്ത്. ഓൾ ഒഫീഷ്യൽസ് വെർ പെയ്ഡ് എന്നാട്ടാ, സ്പെല്ലിങ് മാറിപ്പോയി. ഹിന്ദുയിസം ആൻഡ് വെർ ടോളറൻറ്റ്. പിന്നെ രാഷ്ട്രകൂടാസിന്റെ സമയത്ത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവർ കുറച്ചും കൂടി ലിബറൽ ആയിരുന്നു. ഓർമ്മ ഉണ്ടാവും? അറബ് മെർച്ചൻസ് ഒക്കെ ആ സമയത്ത് വന്നിരുന്നു എന്നൊക്കെ പറയുന്നത് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? വൈഷ്ണവ സാർ എടാ ക്ലിയർ അല്ലേ ക്ലാസ്? ക്ലിയർ ആണ് സാർ, കേൾക്കുന്നുണ്ട്. അതല്ല ക്ലാസ് എടുക്കുന്ന മനസ്സിലാവില്ലേ എന്ന്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കേടാ സാർ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇത് ട്രൈ പാർട്ടി സ്ട്രഗിൾ. പിന്നീട് എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രൈ പാർട്ടി സ്ട്രഗിളിന് ശേഷം, അതായത് ഇവര് 3 പേരും കനൗജിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഇവര് 3 പേരും എക്സോസ്റ്റഡ് ആയി പോകും. അപ്പൊ അവിടെ ഒരു പൊളിറ്റിക്കൽ വാക്വം ഉണ്ടാവും. അതായത് അവിടെ ആരും റൂൾ ചെയ്യാത്ത, അതായത് ഇവരുടെ പവർ ഒക്കെ കുറച്ചും കൂടി കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ബാക്കി ഞാൻ പറഞ്ഞില്ലേ, രജ്പുട്ട് ക്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് ക്ലാൻസ് ഉള്ളൂ. അവരൊക്കെ ആ സമയത്താണ് ഉണ്ടാവുന്നത്. പിന്നെ ആ സമയത്ത് അതേപോലെ തന്നെ ഇൻവേഷൻസ് ഒക്കെ വരും. അതായത് മുഹമ്മദ് ഓഫ് ഗസ്നി, ഗോറി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇൻവേഷൻസ് വരും. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഈസ്റ്റേൺ സൈഡ്, നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് കുറെ അറബ് ഇൻവേഷൻസ് ഒക്കെ വരുന്നത്. ആദ്യമായിട്ട് അറബ് ഇൻവേഷൻ വരുന്നു. പിന്നെ പയ്യെ പയ്യെ ഇവർ ഇൻവേഡ് ചെയ്തിട്ട് നമ്മുടെ കൾച്ചറിലേക്ക് ഇവർ ഇറങ്ങി വരുന്നു. പിന്നെ കുറെ ടെമ്പിൾസ് ലൂട്ട് ചെയ്യുന്നു, നമ്മുടെ വെൽത്തുകൾ ലൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ട്രൈ പാർട്ടി സ്ട്രഗിളിന് ശേഷം ഉണ്ടാകുന്നത്. അതായത് യുദ്ധത്തിന് ശേഷം അവിടെ ഒരു പൊളിറ്റിക്കൽ വാക്വം ഉണ്ടാകുന്നു. അങ്ങനെ വേറെ ഗോരി, ഗസ്നി എന്ന് പറഞ്ഞിട്ടുള്ള അറബ് ഇൻവേഷൻസ് ഒക്കെ വരുന്നു. ഓക്കെ, നീ സ്ലൈഡ് വല്ലതും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടോ നോക്കി. നമ്മൾ പറഞ്ഞു 752,000 സെഞ്ചുറി വരെയാണ് ഈ മിഡീവൽ പീരീഡിൽ ട്രൈ പാർട്ടി സ്ട്രഗിൾ. മിഡീവൽ പീരീഡ് തുടങ്ങുന്ന തന്നെ ട്രൈ പാർട്ടി സ്ട്രഗിൾ ആണ്. അപ്പൊ ഇതിൽ 3 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. പ്രതിഹാരാസ്, വെസ്റ്റിലുള്ള പ്രതിഹാരാസ്, പിന്നെ അതേപോലെ തന്നെ പാലാസ് ഈസ്റ്റ്, രാഷ്ട്രകൂടാസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ പ്രതിഹാരാസിനെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു, എങ്ങനെയാണ് പ്രതിഹാരാസ് വന്നതെന്നുള്ളത്. രജ്പുട്ട് ക്ലാൻസിലത്തെ ഒരു ക്ലാൻ ആയിരുന്നു ഈ ഗുജർ പ്രതിഹാരാസ് എന്ന് പറഞ്ഞ ആൾക്കാര്. അവര് മെയിനായിട്ട് അവര് മധ്യപ്രദേശില് ഖജുരാഹോ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഇതേപോലെ തന്നെ അറബ് ഇൻവേഷൻസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്നു. നാഗപട്ട ഒരു അല്ലെങ്കിൽ പ്രതിഹാര ഡൈനാസ്റ്റി ഒരു പ്രോമിനൻസ് വന്ന എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബ് ഇൻവേഷൻസ് ഒക്കെ റെസിസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഗുജർ പ്രതിഹാരാസ് ഒരു പ്രോമിനൻസിലേക്ക് വന്നു എന്ന് പറയുന്നത്. അതിനുശേഷം വത്സരാജ മിഹിർ ഭോജയാണ് ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിങ്. അപ്പോ ആദിവരാഹ, ഡിവോട്ടി ഓഫ് വിഷ്ണു, വൈഷ്ണവിസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഹെലിഡോറസ് പില്ലർ, അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരാളും ഉണ്ടെന്നില്ല. ക്യാപിറ്റൽ പിന്നെ അതേപോലെ തന്നെ അൽ മസൂദി എന്ന് പറഞ്ഞ അറബ് ട്രാവലർ ഉണ്ടായിരുന്നു. പുള്ളി എവിടെ വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അൽ മസൂദി അറബ് ട്രാവലർ ഗുജറാത്തിലാണ് വിസിറ്റ് ചെയ്തതെന്ന് അറിയാം. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അതാണോ എല്ലാരും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അല്ല സാർ, എല്ലാരും കൂടി ഇല്ല സർ, ബോറടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിലധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഇവരുടെ ഈ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ 8 ടൈപ്സ് ഓഫ് ഓഫീസേഴ്സ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യങ്ങാനും ഇൻ കേസ് ഇതിൽ നിന്ന് ഈ ഇപ്പൊ തന്ത്രപാല, കൊട്ടപ്പാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ സമയത്ത് മിഡീവൽ പീരീഡിൽ ഈ വേർഡ് എന്താ മീനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മിഡീവൽ പീരീഡിൽ നിന്നാണ് ഈ പ്രാവശ്യം വരുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഓഫീസേഴ്സിന്റെ പേരിട്ടത്. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ ഇടക്കിടക്ക് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് ഇങ്ങനെ പഠിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഇടക്കിടക്ക് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ പൈ കയറിക്കോളൂ. പിന്നെ സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. എക്കണോമി ലാർജ്ലി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആണെന്ന് അറിയാം. ഓക്കെ,
പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോയിൻസ് കോൾഡ് ദിനാർ എന്നൊക്കെ എപ്പോഴാ പറയാ കോയിൻസിന്? ഏത് ടൈമിലാ ദിനാർ എന്നൊക്കെ? അറബ് ഇൻവേഷൻ അല്ലേ? അല്ല, അതിനേക്കാളും ഏതൊരു ആൻഷ്യന്റ് ഏതോ സമയത്തൊക്കെ ദിനാർ എന്നൊക്കെ പറയുന്നു കോയിന്. അടുത്തത് പാലാസ് ആണ്. ബംഗാൾ സൈഡിലുള്ള ശശാങ്ക റൂളറിന്റെ കാലത്തിന് ശേഷമാണ് ഈ പാലാസ് വന്നത്. ഞാൻ പറഞ്ഞ ഗോപാലാണ് ഫൗണ്ടർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജ്രയാന സ്കൂൾ ഓഫ് ബുദ്ധിസത്തിനെ കുറിച്ച് അറിയാം. വജ്രയാന സ്കൂൾ ഓഫ് ബുദ്ധിസം ബാക്കിയുള്ള ബുദ്ധിസത്തിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാം. ജസ്റ്റ് താന്ത്രിക്കാണ് ഇതില്. പിന്നെ 2 ഡോക്ടറൈൻസ് ഉണ്ടെന്ന് അറിയാം. പിന്നെ വിക്രംശില യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മൊണാസ്ട്രി ആ സമയത്താണ് ഫൗണ്ട് ചെയ്തത്, ബീഹാറിലാണെന്ന് അറിയാം. നളന്ദ യൂണിവേഴ്സിറ്റിനെ റിവൈവ് ചെയ്തു എന്നുള്ള കാര്യം അറിയാം. ധർമ്മപാലയുടെ സമയത്താണെന്ന് അറിയാം കാര്യങ്ങൾ. പിന്നെ ട്രൈ പാർട്ടി സ്ട്രഗിള് ഇനീഷ്യലി പുള്ളി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. ഓക്കെ. പിന്നെ അഷ്ടസഹസ്രിക പ്രചനപരമിത എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാം. ഒരു ബുദ്ധിസ്റ്റ് ലീഫ് മാൻസ്ക്രിപ്റ്റ് ആണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ദീപങ്കരാധീശനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടിരിക്കല്ലേ സുഹൃത്തില്. പിന്നെ വജ്രയാന ബുദ്ധിസത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏത് ഭാഗത്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. ബോധിസത്വാസിന് പകരം ഇവിടെ താരാന്നാണ് അറിയുന്ന ആളെ. ലാമ എന്നൊക്കെ പറയും ടിബറ്റില്. പിന്നെന്താ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയാന്നുള്ളത് അറിയാം. കോല എന്ന് പറഞ്ഞാൽ മറക്കരുത്, സീക്രട്ട് സർവീസ് ആണെന്ന് അറിയാം. പിന്നെ എന്താ, ഗ്രാൻഡ്സ് കൊടുത്തിരുന്നു, ലാൻഡ്സ് ഒക്കെ കൊടുത്തിരുന്നു, ബുദ്ധിസ്റ്റുകൾക്കും കൊടുത്തിരുന്നു മോണാസ്ട്രീസിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബുക്തീസ് അതിന് വിഷയാസ് അതിന് മണ്ഡലാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ അതേപോലെ ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് ഇത്രയും നിങ്ങൾ ഇനി എഴുതിയെടുക്കണ്ട. ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ് ഉള്ള കാര്യങ്ങൾ, അഗ്രികൾച്ചർ പോസ്റ്റ്, ഇതെല്ലാം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് സിലബസ് ഒക്കെ എടുത്ത് നോക്കാറില്ല എല്ലാവരും? സാർ സിലബസ് നോക്കാറുണ്ട്. പിന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് സൊസൈറ്റി ആ സമയത്ത് എങ്ങനെയായിരുന്നു അറിയാം. ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്നു അറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് പാല പീരീഡിൽ പഠിക്കാനായിട്ട്. ആ സമയത്ത് ഇവർക്ക് അയൺ ഓർസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള നോളജ് ഉണ്ട്, പക്ഷെ ഇവർ സ്മെൽറ്റിംഗ് ഓർ ആയിരുന്നു ആൾക്കാർ കൂടുതലും. പിന്നെ അതേപോലെ കോപ്പർ കോയിൻസ്, അതായത് ഗുപ്ത പീരീഡ് ഒരു ഗോൾഡൻ ഏജ് ആണ്. ആ സമയത്ത് ട്രേഡ് ഫ്ലറിഷ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ആ കോയിൻസിനെ കുറിച്ചിട്ട് കുറെ വട്ടം ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് കോപ്പർ കോയിൻസിലേക്ക് വന്ന കാര്യം പാലയുടെ സമയത്ത്, അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ അടുത്ത ഞാൻ രാഷ്ട്രകൂടാസാണ്. രാഷ്ട്രകൂടാസിന്റെ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, ചാലുക്യാസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ചാലുക്യാസ് അറബ് ഇൻവേഷൻസ് റെസിസ്റ്റ് ചെയ്തതിനു ശേഷം അവർ കുറച്ച് വീക്കായി. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രകൂടാസിന് ഈ ചാലുക്യാസിനായിട്ട് ഒരു മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നു. ആ അലയൻസിന് ശേഷമാണ് പിന്നെ അതേപോലെ തന്നെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. അതിനുശേഷം ചാലുക്യാസിന്റെ അവിടെ ഇവര് ചാലുക്യാസ് ഒന്ന് ഡൗൺ ആയ സമയത്താണ് രാഷ്ട്രകൂടാസ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം ചോളൊക്കെ എവിടെ, ചോള കിങ്ഡം ഒക്കെ ഏത് സ്ഥലത്താ? സൗത്തിലാണ്. ആ സൗത്തിലൊക്കെ ചോളാസ് ഒക്കെ കുറച്ചും കൂടി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ചാലുക്യാസും അതേപോലെ ചോളാസ് അവരുടെ നോർത്തേൺ ടെറിട്ടറി കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യും. അതായത് അവരുടെ പഴയ നോർത്തേൺ ടെറിട്ടറി ഒക്കെ അവർ വീണ്ടും എടുക്കും. അപ്പൊ രാഷ്ട്രകൂടാസ് പയ്യെ ഇല്ലാതാവും. അങ്ങനെയാണ്. ഓക്കെ. ചാലുക്യാസും പിന്നെ വേറൊരു കിങ്ഡം കൂടി ഉണ്ട്. അമോഘവർഷനെ കുറിച്ച് അറിയാം. ബുക്തീസിൽ അതേപോലെ തന്നെ ട്രേഡ് രാഷ്ട്രകൂടാസിനെ ഡിക്ലൈൻ ചെയ്തു. മോസ്റ്റ്ലി അപ്പോയിന്റഡ് പ്രൊഫഷണൽ ഗവർണേഴ്സ് ഓർഗനൈസ്ഡ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ട്രൈ പാർട്ടി സ്ട്രഗിൾ. കനൗജ് എന്തുകൊണ്ടാ? അവിടെ റിസോഴ്സ് ഏരിയ ആയിരുന്നു. അപ്പൊ എല്ലാവരും കനൗജ് ആയിരുന്നു നോട്ടിട്ട് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ രാഷ്ട്രകൂടാസൊക്കെ ആ സ്ഥലത്ത് ഇൻവേഡ് ചെയ്തിരുന്നു, പക്ഷെ അനക്സേഷൻ ഉണ്ടായിരുന്നില്ല, തിരിച്ചു വന്നവരൊക്കെ. പിന്നെ നോർത്ത് വെസ്റ്റേൺ സൈഡ് നിങ്ങൾക്ക് അറിയാലോ, ഇൻവേഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് അറിയാലോ. അടുത്ത നമ്മൾ ആ ഭാഗമാണ് പഠിക്കാൻ പോകണം കേട്ടോ. അഞ്ജലി ഒന്നുമില്ലേ ക്ലാസ്സിൽ? യെസ് സർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ് സർ.
ബ്രേക്ക് എടുക്കാം 11:55 ഓക്കെ സർ.
ഹലോ. എല്ലാരും എത്തിയോ? 27 യെസ് സർ. ഞങ്ങള് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നോക്കിയായിരുന്നു അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത. ജസ്റ്റ് ഒന്ന് ചുമ്മാ എഴുതി നോക്കിയായിരുന്നു നിങ്ങൾ ആരെങ്കിലും? സർ റഫായിട്ടൊന്ന് എഴുതി നോക്കി, ഇനി ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ആ, ബാക്കി ആരും നോക്കിയില്ല? ഋതുക്ക് നോക്കിയോ? മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് എഴുതി നോക്കിയായിരുന്നോ? സർ എല്ലാം വായിച്ചു നോക്കി, എഴുതാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. ആ, പിന്നെ പ്രിലിംസിന്റെ നോക്കിയിരുന്നില്ലേ നിങ്ങള് ക്വസ്റ്റ്യൻസ് ഒക്കെ? ആ സാർ അത് നോക്കിയിരുന്നു, അത് എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തിരുന്നു. ഓക്കെ. ഒരു മിനിറ്റ്, സ്ലൈഡ് ഷെയർ ചെയ്യുന്നൊരു പ്രശ്നം. സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. സാർ വന്നിട്ടില്ല. ഒരു 2 മിനിറ്റ്. ഇവിടെ എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നു, എന്താണെന്നറിയില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ, 2 മിനിറ്റ്. ആ, ഓക്കെ അല്ലേ ഇപ്പോ? ഓക്കെ സാർ. ഇതാണ് ഒരു ചോദ്യം, പ്രീവിയസ് ഇയർ ഉണ്ടായിരുന്ന ഒരു ചോദ്യം. ഹു ആം ദ ഫോളോയിങ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് രാഷ്ട്രകൂട എംപയർ? ആരാ? സാർ ദന്തിദുർഗല്ലേ? ആ, ദന്തിദുർഗയാണ്. നിങ്ങൾ പഠിക്കുന്നില്ലേ ഈ കഴിഞ്ഞ എടുത്തതൊക്കെ? യെസ് സർ. ആ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. Consider the following statements. Ikshvaku rulers of southern India were antagonistic towards Buddhism. വൈഷ്ണവില്ലേ ക്ലാസ്സിൽ? ആ സാർ ഉണ്ട്. ആ, ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത്തെ പാല റൂളേഴ്സ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ വേർ പാറ്റേൺസ് ഓഫ് ബുദ്ധിസം. ഇതിലേതാ ആൻസർ വരാം? ഞാൻ നിങ്ങളോട് ഇക്ഷ്വാകു ഡൈനാസ്റ്റിന് അവിടുത്തെ റൂളേഴ്സിൽ ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു നിങ്ങളുടെ അടുത്ത്, ഇങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് അവിടെ നിന്ന് ഒരു സംഭവം കിട്ടി, ആർക്കിയോളജിക്കൽ എക്സ്കർഷന് ശേഷം അവിടെ ഒരു സംഭവം കിട്ടിയിരുന്നു, ആന്ധ്രാപ്രദേശ് ഭാഗത്തൊക്കെ ആണ് ഈ ഇക്ഷ്വാകു റൂളേഴ്സ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവിടെ നിന്ന് എക്സ്കർഷൻ നടത്തി കഴിഞ്ഞപ്പോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പറ.
ആൻഷ്യൻ ഇന്ത്യ പഠിക്കുന്ന സമയത്ത് ഓർമ്മയില്ലേ, നമ്മുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ആരാണ് ഉണ്ടായിരുന്നത് ഉള്ളത് പറഞ്ഞു. പിന്നെ ആ സമയത്തൊക്കെ ഓർമ്മയുണ്ടോ? ഇതിന്റെ ആൻസർ എന്താ പറയാ? അല്ല, എല്ലാവർക്കും എന്ത് പറ്റിയൊരു ആരൊന്നും മിണ്ടുന്നില്ല? ബോറടിച്ചിട്ടാണോ നിങ്ങൾക്കുള്ള ക്ലാസ്? എന്താ ഓഡിയോ ക്ലിയർ അല്ല എന്റെ? ക്ലിയർ ആ സർ ഇതിന്റെ ആൻസർ ഏതാ വരാ? ഈ ഇക്ഷ്വാകുവിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു ബോധിസത്വയുടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എക്സ്കവേഷൻ നടത്തിക്കഴിഞ്ഞപ്പോ ഒരു ബോധിസത്വയുടെ ഒരു ഫിഗർ കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് നിങ്ങൾ? അവിടെ നിന്ന് അടുത്ത് തന്നെ കിട്ടിയിരുന്നു. അവിടെ ആ സമയത്ത് ബുദ്ധിസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സദേൺ സൈഡിൽ. അപ്പൊ അതിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? പറയ്, എന്തെങ്കിലും പറയും നിങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബോറടി. അതാരാ പറഞ്ഞ? നേഹ. ആ, ഓർമ്മയുണ്ടോ സംഭവം? അപ്പൊ ഓപ്ഷൻ 1 എന്താവും? ആ, 2 ഓൺലി ആണ് ആൻസർ. അപ്പോ ഫസ്റ്റ് തെറ്റാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ലേ? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. സാറേ ആ സാറേ ഈ അണ്ടഗോണിസ്റ്റിക് എന്ന് പറഞ്ഞത് സാർ? ഡെമോൺസ്ട്രേഷൻ ബുദ്ധിസത്തിന് എതിരെ അങ്ങനത്തെ ഉള്ള ഒരു അർത്ഥത്തിലാണ്. ബുദ്ധിസത്തിനെതിരെ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ബുദ്ധിസം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് ആന്ധ്രാപ്രദേശ് ആ ഭാഗത്താണ് ഇക്ഷ്വാകു ഡൈനാസ്റ്റി ഉള്ളത്. ഞാനപ്പോ ഒരു ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിരുന്നു അവിടെ നിന്ന് ബോധിസത്വയുടെ ഒരു ഫിഗർ ഇങ്ങനെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന് ശേഷം കിട്ടിയിരുന്നു. അപ്പോ ആർക്കിയോളജിക്കൽ എക്സ്കവേഷന് ശേഷം കിട്ടിയിരുന്നു. അപ്പൊ അതിൽ നിന്ന് അവിടെ ബുദ്ധിസം ഉണ്ടാവാന്ന് മനസ്സിലാക്കിയിരുന്നു. ബുദ്ധിസം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ നേരത്തെ നമ്മൾ ഓപ്ഷൻ 2 എന്തായാലും കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചല്ലേ, പല റൂളേഴ്സ് പാറ്റേൺസ് ഓഫ് ബുദ്ധിസം ആണെന്നുള്ളത്. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. നമ്മളപ്പോ കുറച്ച് നേരത്തെ മുമ്പ് നോക്കിയത് ട്രൈപാർട്ടീറ്റ് സ്ട്രഗിൾ ആയിരുന്നു. ട്രൈപാർട്ടീറ്റ് സ്ട്രഗിൾ എന്താ പറയുന്നത്? അതായത് ട്രൈപാർട്ടീറ്റ് സ്ട്രഗിൾ ഗുജർ പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, പിന്നെ പാലാസ് എന്ന് പറഞ്ഞ 3 ആൾക്കാർ തമ്മിലുള്ള കനൗജിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ ഈ ഗുജർ പ്രതിഹാരാസ് ഏത് ക്ലാൻസിൽപ്പെട്ട ആൾക്കാരാന്ന് പറഞ്ഞത്? രജപുട്ട് ക്ലാൻസിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോ ഈ ട്രൈപാർട്ടീറ്റ് സ്ട്രഗിളിന് ശേഷം, അതായത് ട്രൈപാർട്ടീറ്റ് സ്ട്രഗിളിൽ ഏറ്റവും അവസാനം ഗുജർ പ്രതിഹാരാസ് തന്നെയാണ് കനൗജ് ഹോൾഡ് ചെയ്ത് വെക്കുക. പക്ഷെ ഒരു 3 കിങ്ഡംസ് ഈ യുദ്ധത്തിന് ശേഷം എക്സോസ്റ്റ് ആയി പോകും. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ വാക്യൂംസ് ഉണ്ടാവും. പ്രതിഹാര ഡൈനാസ്റ്റി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. അങ്ങനല്ലേ ഒരു യുദ്ധം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എംപയർ വീക്ക് ആകുമ്പോൾ അവിടെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നുള്ളതും, അവരുടെ ഫ്യൂഡേറ്ററീസ് പിന്നെ ഒരു എംപയറിലേക്ക് റൈസ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പോസ്റ്റ് ഗുപ്തയിലും പോസ്റ്റ് മൗര്യയിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതായത് മൗര്യാസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതേപോലെ തന്നെയാണ് ഹർഷക ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത ശേഷമാണ് ഇവരുണ്ടായത്. അതേപോലെ പ്രതിഹാരാസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം അവിടെ ഉണ്ടായിരുന്നുള്ള രജപുട്ട് ക്ലാൻസിന്റെ ചൗഹാൻസ്, ചണ്ടേലാസ്, പരമാരാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച്, പിന്നെ ഗാഡവാലാസ് ഓഫ് കനൗജ്, അങ്ങനെ ഉള്ള ആളുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന അറബ് ഇൻവേർഷൻസ് നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്നും വന്ന് നമ്മളെ കുറെ ടെമ്പിൾസ് ഒക്കെ ലൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ചിട്ടും, പിന്നെ പയ്യെ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ കൾച്ചറിലേക്ക് അസിമുലേറ്റ് ചെയ്ത് വരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്താണ് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചു. അപ്പൊ ചഹമാനാസ്, പരമാരാസ്, സോളങ്കീസ്, ചണ്ടേലാസ് എന്നൊക്കെ പറഞ്ഞ ഗാഡവാലാസ് ഒക്കെ, തോമാരസ് ഓഫ് ഡൽഹി, അങ്ങനെ ഇതൊക്കെയാണ് വേറെ രാജ്പുട്ട് ക്ലാൻസ്. ഇവരൊക്കെയാണ് പിന്നീട് ഒരു വലിയ ഒരു സ്ഥലത്ത് ഒരു എംപയർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ആ ചെറിയ ചെറിയ കിങ്ഷിപ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും
സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ചൗഹാൻസ് എന്ന് പറഞ്ഞ ക്ലാൻസിൽ വരുന്ന ആൾക്കാർ. ഈ ചൗഹാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് രാജസ്ഥാൻ ഭാഗത്താണ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ശകംബരി എന്നൊക്കെ പറയും. സാമ്പാർ ലേക്ക് എന്നൊക്കെ കേട്ടില്ല, ജയ്പൂരിൽ ആ ഭാഗത്തുള്ള, അറിയാലോ, അത് കേട്ടിട്ടില്ലേ നിങ്ങള്? ഒരു പൃഥ്വിരാജിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് ഒരു സ്ഥലത്ത് ഒരു എംപയർ ഡിസിൻറ്റഗ്രേറ്റ് ആകുമ്പോൾ അവിടുത്തെ ഫ്യൂഡേറ്ററീസ് പയ്യെ പവറിലേക്ക് വരുന്ന ഒരു പിക്ചറാണ് നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ഒരു ഇമ്പോർട്ടന്റ് കിങ് ആയിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറഞ്ഞ ആള്. ഈ നൈബറിംഗ് കിങ്ഡംസ്, അതായത് പരമാരാസ്, സോളങ്കി, ഈ ഗഹഡവാലാസിനൊക്കെ ആയിട്ട് ചൗഹാൻ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ചവാൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് രാജസ്ഥാനാണ്. ഒറിജിനൽ ഫ്യൂഡേറ്ററീസ് ഓഫ് പൃഥ്വിരാജ് ആണ്. ബാക്കിയുള്ളവരും ഫ്യൂഡേറ്ററീസ് തന്നെയാണ്. ഹലോ, ഓഡിയോ ക്ലിയർ അല്ലേ? യെസ് സർ. ആ സർ. പൃഥ്വിരാജ് 3 ആണ്. അപ്പൊ പൃഥ്വിരാജ് 3ന്റെ സമയത്താണ് നമ്മുടെ മുഹമ്മദ് ഓഫ് ഗോറി ഗോറിയുടെ ഇൻവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഫേമസ് കിങ് ആണ് ആ സമയത്തെ, അതറിയണം. 2 ബാറ്റിൽസ് ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്, അതായത് മുഹമ്മദ് ഗോറിനായിട്ട് 2 ബാറ്റിൽസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ വേറെ കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൃഥ്വിരാജ് ചൗഹാനെ തടയാനായിട്ട് ഗഹഡവാലാസ്, ഞാൻ പറഞ്ഞില്ലേ കനൗജിലുള്ള ഗഹഡവാലാസ് എന്ന് പറഞ്ഞ ആളും, പിന്നെ ചണ്ടേലാസ്, ബുണ്ടേൽഖണ്ഡ് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? ബുണ്ടേൽഖണ്ഡ് എവിടെയാണെന്നറിയോ? നിങ്ങൾ മാപ്പൊക്കെ പഠിച്ചില്ലേ ഇന്ത്യയുടെ ജോഗ്രഫി ക്ലാസ്സിൽ? സർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഓക്കെ ഞാൻ ചോദിച്ചെന്നുള്ളൂ. ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പൊ ബുണ്ടേൽഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടുത്തെ ആളും പിന്നെ കനൗജിലത്തെ ഗഹഡവാലാസ് ഒക്കെ ആയിട്ട് പൃഥ്വിരാജ് ചൗഹാൻ യുദ്ധം ഉണ്ടായിരുന്നു അറിയാം. അപ്പോ പൃഥ്വിരാജ് ചൗഹാന് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി ബാക്കിയുള്ളവരെ പോലെ, ബാക്കി നമ്മൾ കണ്ടിട്ടുള്ള വലിയ റൂളേഴ്സിനെ പോലെ പുള്ളിയും ഈ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തിയിരുന്നു. അപ്പൊ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തുന്ന സമയത്ത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ചണ്ടേലാസും പിന്നെ അതേപോലെ ഗഹഡവാലാസ് എന്ന് പറഞ്ഞ ടീമൊക്കെ എതിർക്കാൻ വന്നിരുന്നത്. പക്ഷെ അതൊക്കെ ഒപ്പോസിഷനൊക്കെ പുള്ളി റെസിസ്റ്റ് ചെയ്ത് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തി. പക്ഷെ ഈ ഗഹഡവാലാസിലെ പ്രിൻസസിനായിട്ട് പൃഥ്വിരാജ് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അപ്പൊ പൃഥ്വിരാജ് റാസോ എന്ന് പറഞ്ഞ ഒരു പോയം ചന്ദ്രബായി എന്ന് പറഞ്ഞ കോട്ട് പോയിന്റ് ആണ് കമ്പോസ് ചെയ്തതെന്ന് അറിയാം. അത് കാണുന്നില്ല, പൃഥ്വിരാജ് റാസോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ 2 ബാറ്റിൽസ് ഉണ്ടായിരുന്നു. ഒരു ബാറ്റില് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനും സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനും ആണ് ഉണ്ടായതുള്ളത് അറിയാം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈന് ആരായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബാറ്റിലും ഗോറീസിനായിട്ടാണ്. അപ്പൊ ഗോറീനായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി നോർത്ത് വെസ്റ്റേൺ സൈഡ് ഇൻവേഷന്റെ സമയത്താണ് ഫസ്റ്റ് ഇവിടെ, അതായത് പറഞ്ഞാൽ മതിയോ, ഫസ്റ്റ് ഇൻവേഷൻ നടന്ന മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഫസ്റ്റ് ആയിട്ട് ഒരു മുസ്ലിം അറബ് ഇൻവേഷൻ എന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞ ആളാണ് ഇൻവേഷൻ നടത്തുന്നത്. ആ ഭാഗം എടുക്കുമ്പോ നമുക്ക് നോക്കാം. മുഹമ്മദ് ഗോറീനായിട്ടാണ് പുള്ളി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് ചൗഹാനാണ് ജയിക്കുക. അപ്പൊ ജയിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് പോകും. ആര്? മുഹമ്മദ് ഗോറി പോയതിനു ശേഷം ആ സമയത്ത് പുള്ളി വീണ്ടും പുള്ളിയുടെ ആർമിനെ റിവൈവ് ഒക്കെ ചെയ്തെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പൃഥ്വിരാജ് ചൗഹാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ വിജയത്തിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും. ആ സമയത്താണ് പുള്ളീനെ അതായത് ഗോറി വരുമ്പോൾ പൃഥ്വിരാജ് ചൗഹാന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരും. പൃഥ്വിരാജ് ചൗഹാൻ വരും, വെറുതെ വിടാം, പൊക്കോളാൻ പറയും. അപ്പൊ പുള്ളി എന്നാ ശരി പോണെന്ന് പറയും. പക്ഷെ പിന്നീട് പയ്യെ നൈസായിട്ട് വന്നിട്ട് പുള്ളിനെ അടിച്ചിടും. അതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. അപ്പോ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ മുഹമ്മദ് ഗോറി ജയിക്കും. ഈ 2 ബാറ്റിൽ ഉണ്ടായിരുന്നത് പൃഥ്വിരാജ് ചൗഹാന് ഗോറിയും തമ്മിലാണെന്ന് അറിയാം. പിന്നെ അടുത്തത് ചണ്ടേലാസ് ആണ്, ബുണ്ടേൽഖണ്ഡിലെ. അവരും ഈ ഗുജർ പൃഥ്വിരാജിന്റെ അതായത് ഫ്യൂഡേറ്ററീസ് ആയിരുന്നു അറിയാം. പൃഥ്വിരാജിനായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കണ്ടോ? ഈ സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പ്രീവിയസ് നോക്കിയിട്ടില്ല. അത് നോക്കുമ്പോ അറിയുള്ളൂ ഇനി ആർട്ട് ആൻഡ് കൾച്ചർ ഈ ഭാഗത്ത് നിന്ന്. അത് വേണമെങ്കിൽ നമുക്ക് നാളെ ജസ്റ്റ് നോക്കാം. പക്ഷെ ആർട്ട് ആൻഡ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാത്ത
ഇതുവരെ മനസ്സിലായോ നിങ്ങൾക്ക് ഈ രണ്ട് ബാറ്റിൽ ഉണ്ടായ കാര്യം? അതായത് ഇവര് ഇൻവേഷൻ ഉണ്ടാവുന്ന സമയത്താണ് ഈ മുഹമ്മദ് ഓഫ് ഗോറിയും ഗസ്നിയാണെന്ന് തോന്നുന്നു. മുഹമ്മദ് ഓഫ് ഗസ്നി ആണ് സോമനാഥ് ടെമ്പിളൊക്കെ വന്ന് ലൂട്ട് ചെയ്യുന്നത് അല്ലേ വൈഷ്ണവ? മുഹമ്മദ് ഗസ്നിയാണ്. ആര്? ജിതാ കൃഷ്ണ. ആ ഗസ്നി അല്ലേ വന്നിട്ട് ലൂട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വരുന്നത് ഗസ്നിയാണ്. ഫസ്റ്റ് വരുന്ന ഗസ്നിയാണ് അല്ല, പക്ഷെ ലൂട്ട് ചെയ്യുന്നത് പുള്ളിയല്ലേ? 1025 അങ്ങാണ്ടാണ്. 1025 പുള്ളി വരുന്നത്. പുള്ളിയാണ് സോമനാഥ് ടെമ്പിൾ ലൂട്ട് ചെയ്യുന്നത്. 16 തവണ എങ്ങാണ്ട് ലൂട്ട് ചെയ്തിട്ടുണ്ട്. 17 തവണ ലൂട്ട് ചെയ്യുന്നു. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് പൃഥ്വിരാജ് ചൗഹാനാണ് രണ്ട് ബാറ്റിൽ ഉണ്ടായെന്ന് അറിയാം. ബാറ്റിൽ ഓഫ് ടെറൈൻ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഫസ്റ്റില് പുള്ളി ജയിച്ചെന്ന് അറിയാം, സെക്കൻഡില് പുള്ളി തോറ്റ് ഗോറിനായിട്ട്. പിന്നെ പൃഥ്വിരാജ് റാസോ കമ്പോസ്ഡ് ബൈ സ്കോട്ട് പോയിറ്റ് ചന്ദ്രബായി. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കേണ്ട ഒരു ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡാണ്. പുള്ളിയും അതേപോലെ നമ്മുടെ ഈ ഗുജർ പ്രതിഹാരാസിന്റെ ഒരു ഫ്യൂഡേറ്ററി ആയിരുന്നു എന്നറിയാം. ഇതിന്റെ നിങ്ങൾ എല്ലാത്തിനും ജസ്റ്റ് ഫൗണ്ടറൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നതല്ല കേട്ടോ. അതായത് നേരത്തെ ചോദിച്ച പോലെ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം പണ്ടൊക്കെ പിന്നീടും കുറെ കാലത്തിന് മുമ്പാണ് കുറച്ചും കൂടി ഇങ്ങനെ ഫൗണ്ടർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇതുവരെ. ഈ പ്രാവശ്യം ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അടുത്ത പരമാരാസ് ആണ്. ഇതിലെ ഭോജ എന്ന് പറഞ്ഞ ആളാണ് മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് പരമാരാസ്. ഇതില് ലാസ്റ്റ് രാഷ്ട്രകൂടാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു മന്യകേത എന്ന് പറഞ്ഞ ആൾക്കാര്. ഇതില് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. മൗണ്ട് അബൂലാണെന്ന് അറിയാം. മൗണ്ട് അബൂ എവിടെയാണെന്ന് അറിയില്ല. രാജസ്ഥാൻ. ആരവല്ലി പർവ്വതത്തിലല്ലേ സാർ? അതും ജൈനിസം തമ്മിൽ വല്ല അവിടെ ജൈനിസം തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല സംഭവം ഉണ്ടോ? ഒരു ഗുരുശിഖരല്ലേ? ഗുരുശിഖര ഇവരോട് ദിൽവാര അഭിഷേകം. ദിവൻലാൽ. അതന്നെ കറക്റ്റാ. ദിൽവാര ടെമ്പിൾ ജൈനിസം ഗുരുശിഖര കറക്റ്റാ. അടുത്ത ചാലുക്യാസ് ഓഫ് ഗുജറാത്ത് ആണ്. ഈ ചാലുക്യാസ് പിന്നീടും റൈസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രകൂടാസ് പോകുന്നതും. ചാലുക്യാസ് നമ്മൾ ആ സമയത്ത് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ചാലുക്യാസ്, പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗസ്നിയാണ്, നമ്മുടെ സോമനാഥ് ടെമ്പിള്. പിന്നെ ഹി ബിൽട്ട് സൺ ടെമ്പിൾ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ റാണി കി വാവ്, അത് ഗുജറാത്തിലാട്ടോ. റാണി കി വാവ് എന്ന് പറഞ്ഞത് അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അത് അറിഞ്ഞിരിക്കണം. ഇതും നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ വരുമ്പോൾ പഠിക്കും. ഇതിൽ കുറെ ഭാഗം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്തു നിന്നാണ് കുറെ ചോദ്യം വരാം. കുറെ അല്ല, ഏകദേശം നമ്മൾ കവർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉള്ള ചോദ്യം. അതാ ഈ ഭാഗത്തിന്റെ ഒരു പ്രശ്നം വന്നാല്. പിന്നെ തോമാരാസ് ആണ്. തോമാരാസ് ഹരിയാനയാണ് റൂൾ ചെയ്തതെന്നറിയാം. ഇത് നിങ്ങൾ ഈ സ്ലൈഡ് നോക്കി എഴുതിയോ നിങ്ങൾ? സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നെ റാണിക്കാവ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്. ശിവാഡിയോട്ടിയാന്നറിയാം. മുൽരാജ എന്ന് പറഞ്ഞ ആള് ജൈനിസം പാട്രണൈസ് ചെയ്തിരുന്നു. ടെമ്പിൾ ദിഗംബരാസ് ആരാന്നറിയാലോ? ജൈനിസത്തിന്റെ വേറൊരു സെക്ട് ആണെന്ന് അറിയാലോ നിങ്ങൾക്ക്. പിന്നെ അടുത്തത് തോമാരാസ് ആണ്. ഹരിയാന റൂൾ ചെയ്തു. പിന്നെ അംഗബാല തുമാര വാസ് ഫേമസ് കിങ് എന്നറിയാം. ഗഡവാലാസ് ഓഫ് കനൗജ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പൃഥ്വിരാജ് ചൗഹാനായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ഗഡവാലാസ് പ്രിൻസസിനായിട്ടുള്ള ലവ് അഫെയറിനെ കുറിച്ചുള്ള ഒരു ഇതാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. അത് ആ വർക്ക് ആരാ എഴുതിയേ? ചന്ദ്രബായി. പിന്നെ
ചന്ദ്രദേവയാണ് ഈ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന അറിയാം. ഇതിൽ നിന്നൊന്നും അങ്ങനെ ചോദ്യം വരാൻ ചാൻസ് ഇല്ല, ഒട്ടും വളരെ കുറവാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ 2 ചോദ്യം മറ്റേ ഈ ട്രൈ പാർട്ടി സ്ട്രഗിളിന്റെ വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റിൽ ഓഫ് ടെറൈനും രണ്ട് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അറബ് ഇൻവേർഷൻസ്, പിന്നെ ഈ രാജതരംഗിണി എന്ന് പറഞ്ഞ കൽഹാനാണ് എഴുതിക്കുന്നത്. രാജതരംഗിണി 12th സെഞ്ചുറിയിലാണ്. അത് നോട്ട് ചെയ്യുക, രാജതരംഗിണി. സാർ അത് എന്തിനെ പറ്റിയുള്ളതാണ്? അത് ഞാനത് നോട്ട് ഹിസ്റ്റോറിക്കൽ ബുക്ക് ഓഫ് ഇന്ത്യ. അതാരാ പറഞ്ഞ? ആ അതെ. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയാണ്. കാശ്മീരിന്റെ കിങ്സിനെ കുറിച്ചിട്ടുള്ളതാണ് കൽഹാന, രാജതരംഗിണി. കൽഹാനാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാം. കാശ്മീരിന്റെ കിങ്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇതാണ് ഈ ക്ലാൻസ്, അതായത് പരമാരാസ്. ഇത് ഇവരൊക്കെ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അറിയണേ. ഗഡവാലാസ് സ്പെല്ലിങ്ങിനെ കുറിച്ച് ഉണ്ട്. പിന്നെ തോമാരാസ്, ചണ്ടേലാസ്, സോളങ്കീസ്, അതായത് ചാലുക്യാസ് ഗുജറാത്ത്. മാപ്പ് കാണുന്നില്ല എല്ലാവർക്കും? കാണുന്നില്ലേ? യെസ് സർ. ആ സർ. ജസ്റ്റ് സ്ലൈഡ് കാണിക്കാം. ട്രൈ പാർട്ടി സ്ട്രഗിളിന്റെ ബ്രേക്ക് ഡൗൺ. രജ്പുട്സ്, സ്മോളർ ക്ലാൻസ്, കുറച്ച് സ്മോളർ കിങ്ഡംസ് ഉണ്ട്. ചമാനാസ്, പരമാരാസ്, സോളങ്കീസ്, ചണ്ടേലാസ്, ബുന്ദേൽഖണ്ഡ്, ഗഡവാലാസ്, കനൗജ്, ഇവരൊക്കെ വന്നു. തോമാരാസ് ഓഫ് ഡൽഹിയൊക്കെ പവറിലേക്ക് വന്നുള്ള അറിയാം. ചൗഹാൻ, പൃഥ്വിരാജ് ചൗഹാൻ ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്യൂഡേറ്ററീസ് ഓഫ് പ്രതിഹാരാസ് എന്നറിയാം. രാജസ്ഥാൻ സ്ഥലത്താണ് അവര് റൂൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ മുഹമ്മദ് ഖുറിനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ ഡിഫീറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ മുഹമ്മദ് ഖുറി പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്യുന്ന അറിയാം. പൃഥ്വിരാജ് റാസോ എന്ന ചന്ദ്രബായി അറിയാം. പിന്നെ ചന്ദേലാസ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. മൗണ്ട് അബു, പിന്നെ ദിൽവാര ടെമ്പിള്, ജെയിനിസം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെവറൽ ബ്രാഞ്ചസ്. പിന്നെ ഉപേന്ദ്ര വാസ് ദ ഫൗണ്ടർ ഓഫ് പരമാരാസ്. ഭോജ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ. പിന്നെന്താ, ഈ സ്ലൈഡ് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയെടുക്കുക, എല്ലാം ചെയ്തിട്ടില്ലേ? പറ. റാണി കി വാവ് അറിയാം, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആണ്, അത് ഗുജറാത്തിലാണെന്ന് അറിയാം. അതേ പിന്നെയും ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. പിന്നെ സൺ ടെമ്പിള്, പിന്നെ തോമാരാസിന്റെ ഇമ്പോർട്ടൻറ്റ് കിങ് ഗഡവാലാസ് എവിടെയെന്ന് അറിയാം. പിന്നെ രാജതരംഗിണി, കാശ്മീർ കിങ്ഷിപ്സിന്റെ കിങ്സിന്റെ ഹിസ്റ്ററി ആരെ കുറിച്ചിട്ടുള്ളതാണ്. രാജതരംഗിണി സാൻസ്ക്രിറ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. കൽഹാനയാണ് എഴുതിയതെന്ന് അറിയാം, രാജതരംഗിണി. പിന്നെ നമ്മൾ ആ വേറൊരെണ്ണം കൂടി പഠിച്ചിരുന്നു, ബുദ്ധിസ്റ്റ് മാൻസ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. അതിന്റെ പേരെന്താ ആരതി? അല്ല, കുറച്ചു നേരത്തെ മുമ്പ് ഒരു ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ലീഫിനെ കുറിച്ചിട്ട് അതിന്റെ പേരെന്താ? ഒരു ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ. ഓക്കെ. പിന്നെ അവര് ഈ രജ്പുട്ട് ക്ലാൻസ് എവിടെയാണെന്നൊക്കെ ഉള്ളത് അറിയാം. പിന്നെ അവരുടെ സൊസൈറ്റി, സയൻസ് ആൻഡ് ഒക്കെയാണ് ഉള്ളത്. സയന്റിഫിക് പർസ്യൂട്ട്സ്. പിന്നെ സൊസൈറ്റി ബിക്കം ലാർജ്ലി റിജിഡ്. ഗണിത സംഘരാഹ ഓഫ് മഹാവിരാജയ, ലീലാവതി ഓഫ് ഭാസ്കര, സിദ്ധാന്ത ശിരോമണി. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ലീലാവതി, സിദ്ധാന്ത ശിരോമണി അറിയില്ല നിങ്ങൾക്ക്? പറ. സാർ കേട്ടിട്ടുണ്ട് അതിനെ പറ്റിയൊക്കെ വേഗമായിട്ട്. ആ
ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഏജ് ഓഫ് ഇൻവേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം വന്നത് മഹ്മൂദ് ഓഫ് ഗസ്നി ആയിരുന്നു. അതായത് ഫസ്റ്റ് അതിനേക്കാൾ മുമ്പ് വന്നത് ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നമ്മ ആ കൂടി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഈ പേരുകളൊക്കെ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ജസ്റ്റ് കാണാപ്പാടം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ മനപ്പാടം എങ്ങനെയാന്ന് വെച്ചാൽ പഠിച്ചു നോക്കുക. പിന്നെ രാജതരംഗിണി എന്നറിയാ, പാല ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. പൃഥ്വിരാജ് ചൗഹാന്റെ കാര്യം അറിയാം. ഇതിൽ നിന്നൊന്നും അങ്ങനെ ചോദ്യം വന്നിട്ടില്ല. ആർട്ട് ആൻഡ് കൾച്ചർ ആണ് പിന്നെയും ഉള്ളത്. റാണിക്കാവ് സ്റ്റേറ്റ്സും അടുത്ത നമുക്ക് ഏജ് ഓഫ് ഇൻവേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? അപ്പോ അടുത്തത് ഗസ്നീനെ മഹ്മൂദ് ഓഫ് ഗസ്നിയും പിന്നെ അതേപോലെ മഹ്മൂദ് ഓഫ് ഗോറി ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവര് രണ്ടുപേരുമാണ് നേരത്തെ പറഞ്ഞ പോലെ മഹ്മൂദ് ഓഫ് ഗസ്നിയാണ് നമ്മുടെ സോമനാഥ് ടെമ്പിള് വൈഷ്ണവില്ലേ ക്ലാസ്സിൽ? ഒരു മിനിറ്റ്. മഹ്മൂദ് ഓഫ് ഗസ്നിയാണ് ഫസ്റ്റ് നമ്മുടെ ഇവിടെ ഇൻവേഷൻ നടത്തുന്നത്. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമൈദ് കാലിഫേറ്റ് എന്ന് പറഞ്ഞ ടീമുണ്ട്. അവരാണ് ഈ എക്സ്പാൻഷൻ പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ ഇവരാദ്യം നോർത്ത് വെസ്റ്റേൺ സൈഡിൽ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമൈദ് കാലിഫേറ്റിന്റെ ഒരു ജനറലാണ്. അപ്പോ പുള്ളിയുടെ സമയത്താണ് ഇവർ നോർത്ത് വെസ്റ്റേൺ സൈഡിലേക്ക് ഇൻവേഷൻ വരുന്നത്. അതായത് ഈ അറബ് ഇൻവേഷൻസ് ഒക്കെ വരുന്നത്. ആ സമയത്ത് ഈ അറബിന്റെ കുറെ ഈ ഷിപ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ദീപാൽ എന്ന് പറഞ്ഞ പൈറേറ്റ്സ് ഉണ്ട്. അവര് കൈക്കലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് വെസ്റ്റേൺ സൈഡിലേക്ക്, അതായത് സിന്ധ് എന്ന് പറഞ്ഞ സൈഡില് പാകിസ്ഥാന്റെ ആ ഏരിയയിൽ ഇപ്പോഴത്തെ അവിടേക്ക് ഈ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞ ആള് വരുന്നതും പിന്നീട് അവിടെ അതിനൊക്കെ ശേഷം അദ്ദേഹം റൂൾ ചെയ്യുകയും അവിടുത്തെ എക്കണോമിക്ക് കുറെ മാറുകയും ചെയ്യും. പിന്നെ ഇവരുടെ ഒരു വാസൽസ് ആയിരുന്നു ഈ മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര്. അവരാണ് പിന്നീട് നമ്മുടെ ഈ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈസ്റ്റേൺ സൈഡിലേക്ക് ഇങ്ങനെ ഇൻവേഷൻ ചെയ്തിട്ട് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഒക്കെ നടത്തുന്നത്. ആ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽബറൂണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാ, അത് എഴുതിയിരിക്കുന്ന അൽബറൂണി എന്ന് പറഞ്ഞാൽ കിതാബുൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള മഹ്മൂദ് ഓഫ് ഗസ്നീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ അൽബറൂണിയിൽ ഉള്ളതെന്ന് അറിയാം. പിന്നെ ഫിർദൌസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ഒരു കോഡ് പോയിന്റ് ആണ്, പേർഷ്യൻ പോയിന്റ് ആണെന്ന് അറിയാം. ഷാനമ എന്ന് പറഞ്ഞ സംഭവം പുള്ളിയാണ് എഴുതിയെന്നറിയാം. പിന്നെ ഇവരുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേഷൻ നടത്തുക, അതിനോടൊപ്പം തന്നെ വെൽത്ത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള മാത്രമാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എല്ലാവർക്കും? ആ സമയത്ത് ഇൻവേഷൻസ് ഉണ്ടായിരുന്ന സമയത്താണ് ഈ രജ്പുത് പവർ ഡിക്ലൈൻ ചെയ്തതും അതിനുശേഷം ഇവരുടെ, അതായത് മഹ്മൂദ് ഗസ്നിയുടെ എംപയർ ഒരു ലാർജ് എംപയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടുന്ന് വെൽത്ത് ഒക്കെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞിരുന്നത്. ഹലോ? പിന്നെ ആദ്യം ഞാൻ ആരാ ഇൻവേഡ് ചെയ്തെന്ന് പറഞ്ഞ ഇന്ത്യ, ഈ നോർത്ത് വെസ്റ്റേൺ സൈഡ് ആരാ ആദ്യം ഇൻവേഡ് ചെയ്തെന്ന് പറഞ്ഞ ഫസ്റ്റ് മുസ്ലിം ഇൻവേഡർ ആരാ? ഗോറിയല്ല, ഉമൈദ് കാലിഫൈന്റെ ഒരു ജനറലിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഇൻവേഷൻ പുള്ളിയാണ് നടത്തിയത്. പറ, ആരും ആക്റ്റീവ് അല്ലല്ലോ, എന്ത് പറ്റി? ബോറടിച്ചോ? ക്ലാസ് നിർത്തണോ? പറ.
സർ കണ്ടിന്യൂ ചെയ്യാം. മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് ഇൻവേഷൻ നടത്തുന്നത്. ഫസ്റ്റ് മുസ്ലിം വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ കാസിം ആണ്. സിന്ധ് എവിടെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ആ ഭാഗത്തൊക്കെ ആദ്യം ഇൻവേഡ് ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം വരുന്നതാണ് ഈ മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ മോഡേൺ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റീജിയൻ ഇല്ലേ, അവിടെ ഒരു ഹിന്ദു ഷാഹി റൂളർ ഉണ്ടായിരുന്നു, ജയബാല എന്ന് പറഞ്ഞിട്ട് ഒരാള്. ആരാണ്? ഹിന്ദു ഷാഹി റൂളർ മോഡേൺ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ സ്ഥലത്തൊക്കെ. അദ്ദേഹം ഈ മുഹമ്മദ് ഓഫ് ഗസ്നി മോഡേൺ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇൻവേഡ് ചെയ്യുന്നപ്പോ ആ ഭാഗത്ത് ഒരു റൂളർ ഉണ്ടായിരുന്നു, ഹിന്ദു ഷാഹി റൂളർ ആയിരുന്നു, ജയബാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനായിട്ട് ഒരു ബാറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ആ ബാറ്റിലിന്റെ പേര് ബാറ്റിൽ ഓഫ് വൈഹിന്ദ് എന്നാണ്. ബാറ്റിൽ ഓഫ് വൈഹിന്ദ് എന്നാണ് ആ ബാറ്റിലിന്റെ പേര്. ഓക്കെ. പിന്നെ അതിന് ശേഷം സെക്കൻഡ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ് ഉണ്ടാവുന്നുണ്ട് അവിടെ തന്നെ. അത് ആനന്ദപാല, അതായത് ജയബാലയുടെ മകനായിട്ടുണ്ടാവുന്നതാണ്. അത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ്. അതും മഹമ്മൂദ് ഓഫ് ഗസ്നിനായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് ചെറിയ കാര്യമാണ്, ഇത് അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ, അതായത് മോഡേൺ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സൈഡിൽ. പിന്നെ അൽബറൂണി, കിതാബുൽ ഹിന്ദ്, ഫിർദൗസി അറിയാം. പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗോരി ഡൈനസ്റ്റി. ഒരു ഗോരി ആയിരുന്നു, ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് ഗോരി ഡൈനസ്റ്റി ആണെന്നറിയാം. ഗസ്നിക്ക് ശേഷം വരുന്നതാണ് ഇവര് എംപയർ എക്സ്പാൻഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള റൂളേഴ്സിനെയൊക്കെ മുസ്ലിം, അതായത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ആണ് കൺവേർഷനും. പിന്നെ അതുപോലെ വെൽത്ത് ലൂട്ട് ചെയ്യലുമാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൃഥ്വിരാജ് ചൗഹാനായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ല എല്ലാവർക്കും? പറ. ഇന്ന് ഇത്രയും മതി. അതെ, കുറച്ചു നേരം നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് തുടങ്ങി ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. നമ്മളിന്ന് രാഷ്ട്രകൂടാസ് ഇനി കുറച്ചും കൂടി ഉള്ളു എടുക്കാനായിട്ട്, അത് ഞാൻ ലാസ്റ്റ് എടുക്കാം. ഈ ട്രൈ പാർട്ടി സ്ട്രഗിൾ മുതൽ ഓരോരുത്തർ പറഞ്ഞേ. ഞാൻ പേര് വിളിക്കണോ അതോ ആരെങ്കിലും ഒരാൾ പറയോ? അല്ലെങ്കിൽ ചോദ്യം ചോദിക്കണോ? എന്താ വേണ്ടേ? പറ. സർ, മെഡീവൽ തുടങ്ങുന്നത് തന്നെ മൂന്ന് ഒരു കോൺഫ്ലിക്ട്സ് ആയിട്ടാണ്. രാഷ്ട്രകൂദാസും പിന്നെ പ്രതിഹാരാസും പിന്നെ പാലാസും തമ്മിലുള്ള കനോജിന് വേണ്ടിയിട്ട്. അതിനകത്ത് ഫസ്റ്റ് പ്രതിഹാര ഡൈനാസ്റ്റിയിനകത്ത് ഒരു ഗുജറാത്ത് പ്രതിഹാര എന്ന് പറയാം. അവര് പ്രൈമറിലി പാസ്റ്ററലിസ്റ്റ് ആണ്. അവരെ ഒരുപാട് മറ്റേ സ്കൾപ്ചേഴ്സും കേർവ്ഡ് പാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലത്തെ ഖജുറാഹോ ടെമ്പിൾ ആണ് ഒന്ന്, യുനെസ്കോ മധ്യപ്രദേശില്. പിന്നെ അവരെ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത് ഹരിചന്ദ്ര എന്ന് പറഞ്ഞൊരു കിങ് ആണ്. അതില് ഫേമസ് കിങ് ആണ് നാഗഭട്ട വൺ എന്ന് പറയുന്നത്. പിന്നെ അവര് അറബ്സിന്റെ ഇൻവാൻഷൻ ഒക്കെ തടഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവരൊരു പവർഫുൾ ഡൈനാസ്റ്റിയായി മാറിയത് പ്രതിഹാര. വൈഷ്ണവില്ലേ ക്ലാസ്സില്? അവിടെ ബാക്കിയൊന്നു പറഞ്ഞ ജസ്റ്റ് എന്താ പറയാ. സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിട്ടേ ഉള്ളൂ. അഞ്ജലി ഒന്ന് പറഞ്ഞ ബാക്കി. ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടിയേ നമുക്ക് എടുക്കാനുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞു. സർ, പ്രതിഹാരാസ് കഴിഞ്ഞ് പറഞ്ഞത് പാലാസ് ആണ്, ബംഗാളിലാണ് അവര്. അത് തുടങ്ങിയത് ഗോപാല എന്ന് പറഞ്ഞ ഒരാളാണ്.
അവിടുത്തെ ശശാങ്ക എന്ന് പറഞ്ഞ ഒരു കിങ്ങിനെ ഓവർത്രോ ചെയ്തിട്ടാണ് പാലാസ് അധികാരത്തിൽ വരുന്നത് ബംഗാൾ ബീഹാർ ഭാഗത്ത്. അവര് ബുദ്ധിസത്തിന്റെ ഫോളോവേഴ്സ് ആയിരുന്നു. വജ്രയാന ബുദ്ധിസത്തിന്റെ ഒരു സ്കൂളൊക്കെ തുടങ്ങി. അതിന്റെ ഒരു ഇത് വന്നത് അവിടെ നിന്നായിരുന്നു. പിന്നെ എന്താ പറയാ സർ വിക്രമശില മൊണാസ്ട്രി. ഹലോ. പിന്നെ അവരുടെ കിങ്സിനെ പറ്റി പറഞ്ഞത് ധർമ്മപാല, ദേവപാല, അങ്ങനെ കുറച്ച് മഹിപാല, അങ്ങനത്തെ കിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ വജ്രയാന ബുദ്ധിസത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് ലിബറൽ ആണ്. വെഹിക്കിൾ ഓഫ് തണ്ടർ ബോൾട്ട് എന്നറിയപ്പെടുന്നതാണ് വജ്രപാല, അല്ല വജ്രയാന ബുദ്ധിസം. ഡയമണ്ട് വെഹിക്കിൾ എന്നും അറിയപ്പെടുമായിരുന്നു അത്. പിന്നെ സാർ അയാളുടെ പേരെന്തായിരുന്നു? കൊണ്ടുവന്ന ആള് ഇത് പോപ്പുലറൈസ് ദീപങ്കര ദീസ. പുള്ളിക്കാരനാണ് അത് പോപ്പുലറൈസ് ചെയ്തത്. ഇത് ടിബറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന 11th സെഞ്ചുറിയിലാണ്. അതിന് ടു ട്രൂത്ത് ഓഫ് ഡോക്ട്രൈൻ ആണുള്ളത്. പിന്നെ കൺവെൻഷണൽ അൾട്ടിമേറ്റ്. സാൽവേഷൻ അറിയപ്പെടുന്നത് മാജിക്കൽ പവർ അറ്റൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് അവര് ഈ മറ്റേ മാജിക്കൽ പവറിൽ കൂടെ ആയിരുന്നു സാൽവേഷൻ ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരുന്നത്. സാർ അതിന് വേറൊരു പേര് പറയില്ലായിരുന്നു? ബോധിസത്വയ്ക്ക് അവിടെ വേറൊരു പേര്, താര. പിന്നെ ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മൊണാർക്കി ആയിരുന്നു. പ്രൊവിൻസസിന് ബുക്തീൻ അല്ലെങ്കിൽ ബുക്തീസ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ സ്ക്രീൻഷോട്ടാണ്, കേട്ടറിവ് വെച്ച് പറയാം. പിന്നെ അടുത്ത നമ്മള് രാഷ്ട്രകൂടത്തെ പറ്റിയാണ് പറഞ്ഞത്. രാഷ്ട്രകൂടത്തിന്റെ അതായത് ചാലൂക്യ വംശത്തിന് ശേഷം വന്നത്. പിന്നെ ദന്തിദുർഗനാണ് അതിന്റെ സ്ഥാപകൻ. പിന്നെ കർണാടകയിലെ മനിയഘട്ടാണ് തലസ്ഥാനം. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെന്ന് പറയാൻ കൃഷ്ണ രാജാവ്, പിന്നെ ഗോവിന്ദൻ, അമോഘവർഷൻ, അവരൊക്കെയാണ് ഉള്ളത്. പിന്നെ ബാക്കിയൊന്നും അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല, നോക്കണം. ഓക്കെ. പിന്നെ ഗൗരി ഇല്ലേ? ഗൗരി ഉണ്ട് സർ. രാഷ്ട്രകൂടാസം ഒന്ന് പറയോ? ഞാനും സ്ക്രീൻഷോട്ട് ആണ് എടുത്തേക്കുന്നത്, എഴുതിയിട്ടില്ലല്ലേ? ഓക്കെ. ഇന്ന് നമുക്ക് ഇത്രേ ഉള്ളൂ പഠിക്കാൻ. വേറെ ഒന്നുമില്ല. ഇനി ഒരു ചെറിയ ബാറ്റിലും കൂടിയാണ് പഠിക്കാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റിൽ ഓഫ് ചന്ദ്വാർ എന്ന് പറയും. അത് 1194 നടക്കുന്നത്. ഓക്കെ. ഹലോ. ഓക്കെ. ബാറ്റിൽ ഓഫ് ചന്ദ്വാർ, അത് റൂളർ ഓഫ് കനൗജ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗാഡ്വാല ഡൈനാസ്റ്റി നമ്മുടെ ഈ ആരായിട്ട് അദ്ദേഹം യുദ്ധം ഉണ്ടായിരുന്നത്, മറ്റേ പൃഥ്വിരാജ് ചൗഹാനായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഗൗരി അല്ല, ഈ ഗാഡ്വാല ഡൈനാസ്റ്റിയിലത്തെ ആളും അത് സംബന്ധമായിട്ട് ഒരു വർക്കിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാറ്റിൽ ഓഫ് ടറൈനും ചന്ദ്വാർ ഒക്കെ ഈ ടർക്കിഷ് റൂളർ മുഹമ്മദ് ഘോറിനായിട്ടാണ് ഗാഡ്വാല ഡൈനാസ്റ്റിയിലത്തെ കിങ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അതറിയാം. പിന്നെ അതിനുശേഷം ഈ ഇൻവേഷന് ശേഷമാണ് കുത്തബുദ്ദീൻ ഐബക്ക്, അതായത് ബക്തിയാർ ഖിൽജി എന്നൊക്കെ പറഞ്ഞുള്ള ആ ഡൈനാസ്റ്റി വരുന്നത്. ബക്തിയാർ ഖിൽജി അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ബാറ്റിൽ ഓഫ് ചന്ദ്വാർ നിങ്ങൾ അറിയേണ്ടത് ഗോരി കനൗജിനായിട്ട്, അതായത് കനൗജ് അല്ല, ഗാഡ്വാല ഡൈനാസ്റ്റിനായിട്ട് ഉണ്ടായിട്ടുള്ള യുദ്ധമാണെന്ന് അറിയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇന്ന് ഇത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും ഇല്ലെന്ന്. പിന്നെ ചോളാസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ചോളാസ് സദേൺ സൈഡിൽ കുറച്ച് ആൾക്കാരുണ്ട്. ചോളാസ് അത് നോക്കണം. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നുള്ളത് സുൽത്താനേറ്റ്സ് ആണ്. ഇത് കഴിഞ്ഞാൽ സുൽത്താനേറ്റ്സ് വരും. സുൽത്താനേറ്റ്സ് കഴിഞ്ഞാൽ ആരാ? മുഗളന്മാരല്ല. ആര്?
പിന്നെ തുഗ്ലക് ഡൈനാസ്റ്റി ഒക്കെ ഉണ്ട്, സുൽത്താനേറ്റ്. പിന്നെ അതിനുശേഷം നമുക്ക് മുഗൾസ് വരും. മുഗൾസിന്റെ അവിടെയും ഈ ഇനി വരാനുള്ള സുൽത്താനേറ്റ്സിന്റെ ഒക്കെ അവിടെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കിങ്ഡംസ് ഉണ്ട്. അതായത് വിജയനഗര ബാമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഡെക്കാൻ സൈഡിൽ കുറച്ച് ആൾക്കാരുണ്ട്. വിജയനഗര ഡെക്കാൻ സുൽത്താനേറ്റ്സ് ഉണ്ട്. പിന്നെ സംഗമ ഡൈനാസ്റ്റി ഉണ്ട്, അതിൽ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ തുലുവ ഡൈനാസ്റ്റീസ്, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഹംപി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, കർണാടകയിലുള്ള? അപ്പൊ ആ ഭാഗത്ത് കുറച്ച് ആൾക്കാർ ബാമണി സുൽത്താനേറ്റ്സ് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഇനി കുറച്ച് ക്ലാസ് കൊണ്ട് കഴിഞ്ഞാൽ ഈ മിഡീവലും കഴിയും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ പിന്നെന്താ, ഒരു മിനിറ്റ്, കാര്യം കൂടി പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ്? ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിന്നല്ല ഇന്ന് നമ്മൾ നോക്കിയില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ കൂടെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ, വേറെ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ഇനി ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ എടുക്കില്ല, ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചർ എങ്ങനെയാണ്, ഈ ടെമ്പിൾസ്, പിന്നെ കുറെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നതെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ ആർട്ട് ആൻഡ് കൾച്ചറിന്ന് ഈ ഭാഗത്തുനിന്ന് വരാനായിട്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി വെക്കണം. ഇനി വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നാളെ മുതൽ നാളെ മോഡേൺ ഇന്ത്യ ആണ്. മോഡേൺ ഇന്ത്യ തുടങ്ങും നിങ്ങൾക്ക്. മോഡേൺ ഇന്ത്യ തുടങ്ങി പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടാണ് ഉണ്ടാവും. അതായത് ഒരു ദിവസം മോഡേൺ, പിന്നെ മിഡീവൽ, അങ്ങനെ ആയിരിക്കുള്ളൂ. ഓക്കെ, സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യോ? സ്ലൈഡാ? ഷെയർ ചെയ്യാട്ടാ. എല്ലാരും സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ടൊന്നും എഴുതാണ്ട് വെച്ചിരിക്കല്ലേ? സാർ നോട്ട് എഴുതാൻ ടൈം കിട്ടാറുണ്ടോ? ടൈമോ? അല്ല സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ലൈഡ് ഒരുപാട് സമയം എടുക്കണ്ടേ എഴുതാൻ? നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്ലൈഡ് എടുത്ത് വെക്കുമ്പോ എല്ലാവരും ഇപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ എനിക്കും ബോറടിക്കുന്നു. അപ്പൊ ക്ലാസ് എടുക്കാനായിട്ട് ഒരാളും ചോദിച്ചതിന് എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സാർ. ഇതൊക്കെ അവസാനം ഞാൻ PDF ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ നോട്ടായിട്ട് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ ആദ്യം ഇപ്പൊ ക്ലാസ്സിലൊന്ന് ആക്റ്റീവായിട്ട് ഇരുന്നതിന് നമുക്ക് ക്ലാസ് പെട്ടെന്ന് തീർക്കാം. ഡൗട്ട് ഉണ്ടോ ഇനി എന്തെങ്കിലും? ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞു. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. വൈഷ്ണവേ, ഹലോ. സാർ എന്തുവാണ് ഇത്? എല്ലാരും ബോറായിരുന്ന ക്ലാസ്? സാർ ബോറല്ല, വലിയ ഒരു ഐഡിയ ഇല്ലാത്തൊരു ഏരിയ ആണ്, അതുകൊണ്ട് ഒന്നും മിണ്ടാത്ത. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല, ഡൗട്ട് ഒന്നുമില്ല സാർ. നോക്കിയാൽ ശരിയാവും. കയ്യിന്നെടുത്ത് പറയാനൊന്നുമില്ല ഈ ഏരിയയിൽ. ഞാൻ വിചാരിച്ചു നിനക്ക് പൃഥ്വിരാജ് ചൗഹാന്റെ ഏരിയ ഒക്കെ കുറച്ച് അറിയാവുന്ന ഏരിയ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചു. ഇല്ല സാർ. ഞാൻ അതാ നിന്റെ അടുത്ത് ചോദിച്ചത്. മഹ്മൂദ് ഓഫ് ഗസ്നി ആണ് സമയത്താണ് മറ്റേ സോമനാഥ് ടെമ്പിൾ ലൂട്ട് ചെയ്യാൻ വന്നത്. കാരണം ഇതിൽ നിന്ന് അധികം പ്രീവിയസ് ഇയർ അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾക്ക് അധികം ഈ ഭാഗത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതൽ ആർട്ട് ആൻഡ് കൾച്ചറിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാ പിന്നെ കൂടുതലും. അപ്പൊ നിനക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഇല്ല, ആരും മിണ്ടുന്നില്ല. ഒരു നാളെ മുതൽ സാർ നേരത്തെ വിളിച്ചത് അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായി. ഞാൻ വേറെ ആരോ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് വിളിച്ചത്. അതിന് മുന്നേലും വിളിച്ചത് കേട്ടില്ല. ഞാൻ ഒരിക്കൽ വിളിച്ചത് ഞാൻ കേട്ടില്ല. നീ ആൻഷ്യന്റിന്റെ ഒക്കെ പഠിച്ചില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല സാർ. ഇതിപ്പോ ഇത്ര ഉള്ളൂടാ, ഇതിൽ കൂടുതൽ പറയാനില്ല. പൃഥ്വിരാജ് ചൗഹാന്റെ ആ 2 ബാറ്റിൽസ് ഉണ്ടായെന്ന് അറിഞ്ഞിരിക്കുക.
പിന്നെ കുറച്ച് ഇതുണ്ടല്ലേ, പിന്നെ ഇതിന്റെ PDF എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ടേ, ഒന്നും മിണ്ടുന്നില്ല ആരും ചോദിക്കുമ്പോ. അതാ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ സ്ലൈഡ് കൊടുക്കാണ്ട് ക്ലാസ് എടുക്കണുള്ള. ശരി എന്നാ, ഓക്കെ ബൈ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ.